everyone, welcome to another video on BGC 101 Indian Classical Literature. അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു ഓവറോൾ ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആൻഡ് ഓൾസോ മേജർ പ്ലേ റൈറ്റ്സും അതുപോലെ തന്നെ നമ്മൾ അഭിജ്ഞാന ശാഖ മുന്നേ ആയിട്ടുള്ള മഹാഭാരതത്തിലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ദാറ്റ് ഈസ് ഇൻ യൂണിറ്റ് 3 ഓഫ് ബ്ലോക്ക് 1 we are going to have a discussion on the work Abhignana Shakuntalam by Kalidasa. അപ്പം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന വർക്കിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ എല്ലാ വട്ടവും പറയുന്നത് നമുക്ക് ഓരോ യൂണിറ്റ്സിനകത്ത് നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് പോലെ ഉണ്ടാകും. ലൈക്ക് വാട്ട് ഈസ് ദിസ് യൂണിറ്റ് ഇന്റൻഡഡ് ടു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 3 അഭിജ്ഞാന ശാകുന്തളം ടെക്സ്റ്റ് അനാലിസിസ് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു വർക്കിനെ കുറിച്ചുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ആ ഒരു പ്ലേ എന്താണ്, അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന പ്ലേ എങ്ങനെയാണ്, ആൻഡ് ഓൾസോ അതിനകത്തുള്ള 7 ആക്ട്സിന്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ മനസ്സിലാക്കും. ആ ഒരു പ്ലേ എന്താണ്, അതിന്റെ സമ്മറി നമ്മൾ മനസ്സിലാക്കും. അതുകൂടാതെ തന്നെ ആ ഒരു പ്ലേയിലുള്ള മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേയെ കൺസേൺ ചെയ്യുന്ന തീംസുകൾ ഇതായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് വിൽ ബി ഹാവിംഗ് എ ഡിസ്കഷൻ. ദാറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദി പ്ലേ, then the characters and finally the themes related to that play. ഇത് ഇത്രയുമാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനകത്ത് വി ആർ ഡൂയിങ്. ഓക്കെ, സോ ഇത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം അഭിജ്ഞാന ശാകുന്തളം ഇസ് വൺ ഓഫ് ദി വെൽ നോൺ പ്ലേസ് റിട്ടൺ ബൈ ആരാണ്, കാളിദാസ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഒരു പ്ലേയുടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 2 ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ യൂണിറ്റ് 1 പറഞ്ഞതായിരുന്നു 2 ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന്. 1 എന്ന് പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ്. പിന്നെ രണ്ടാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രാകൃത്. അപ്പൊ നമ്മുടെ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുമ്പോൾ അത് നോർമലി കുറച്ചും കൂടി ഒരു എലൈറ്റ് ക്ലാസ്, അതായത് ഒരു അപ്പർ ക്ലാസ് ഉള്ള ഭയങ്കര റോയൽ പീപ്പിൾ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ടാണ് സാൻസ്ക്രിറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യു ഹാവ് ദി അനദർ ലാംഗ്വേജ് ദാറ്റ് ഇസ് പ്രാകൃത്. അപ്പം പ്രാകൃത് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർ, വളരെ കോമണേഴ്സ് സംസാരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെർനാക്കുലസ്, വിച്ച് മീൻസ് സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. അപ്പം രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ചെയ്തുള്ള ഒരു ഫോമിലാണ് നമ്മളുടെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്ലേയുടെ ടൈറ്റിൽ നോക്കാം, അഭിജ്ഞാന ശാകുന്തളം, വിച്ച് മീൻസ് ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. അപ്പൊ നമ്മുടെ മഹാഭാരത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ശരിക്കും കാളിദാസ അഭിജ്ഞാന ശകുന്തളം ദാറ്റ് ഈസ് റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള എന്ന് പറയുന്ന വർക്കിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, so Kalidasa, he creates a heroic drama of romantic nature, endearing it to the audience of his day and now readers beyond his time and place. അപ്പൊ നമുക്കറിയാം അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേ ആണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയാം. ആൻഡ് ഇതിനകത്ത് കുറച്ചും കൂടി ഇത്രയും ഒരു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് എന്താണ് നമുക്ക് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇതിന്റെ പ്രൊഡോമിനന്റ് തീം എന്ന് പറയുന്നത് ലവ് ആണ്. So you have the love and the achings and that longing, ആ ഒരു സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒരു ഇമോഷൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആൻഡ് ഓൾസോ the trials of love are thwarted. പിന്നെന്താണ്, നമുക്ക് എപ്പോഴും ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നായകനും നായിക ഉണ്ടെങ്കിൽ രണ്ടുപേരും തുടക്കത്തിൽ ഒന്നിച്ചിരുന്നു, പിന്നീട് സെപ്പറേറ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുക, ലാസ്റ്റ് രണ്ടുപേരും ഒന്നാവുക. അങ്ങനെയുള്ള ആ ഒരു ഹാപ്പിനെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ഫൈൻഡ് ഇൻ ദിസ് പ്ലേ. കാരണം ഇവിടെ നമ്മൾ ടുവേർഡ്സ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ദുഷ്യന്തനും ശകുന്തലയും ബിഗറ്റ്സ് യുണൈറ്റഡ്. അപ്പൊ ആ റീയുണൈറ്റഡ് ഒരു ഫീലിംഗ്, അപ്പൊ നമുക്ക് ആ ഒരു രണ്ടുപേരും വീണ്ടും റീകൺസൈൽ ആയി, രണ്ടുപേരും വീണ്ടും റീയുണൈറ്റ് ആയി എന്ന് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ one cannot deny how the drama is a reflection of the particular socio-political and cultural ethos of time. Of course നമ്മൾ ഇങ്ങനെ കാളിദാസ് ഇങ്ങനെ എടുത്തു, അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. കഥകൾ പറയുന്നു, പ്രണയം പറയുന്നു, ഫീലിങ്സ് പറയുന്നു, ഇമോഷൻസ് പറയുന്നു, ഹാപ്പിനെസ് പറയുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ പറയുമ്പം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കൾച്ചറിന്റെ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം
സ്ത്രീകൾക്ക് എത്രത്തോളമാണ് അവർക്ക് സമൂഹത്തിലുള്ള പൊസിഷൻ, അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ശകുന്തല റെപ്രസെന്റേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൗ വേർ ദ വിമൻ ട്രീറ്റഡ് ഡ്യൂറിംഗ് ദോസ് ടൈംസ് എന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്ലേ. കാരണം ആ ഒരു ശകുന്തളയും ദുഷ്യന്തനും ഉള്ള സമയത്ത് മോതിരം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ശകുന്തളയ്ക്ക് സംഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. അപ്പം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിമൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ഇത്രയുമുള്ള ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ കൊടുക്കേണ്ട ഒരു വില, അല്ലെങ്കിൽ അത്രയുമുള്ള ഒരു സ്ത്രീയുടെ റെലവൻസ് എന്നുള്ളതും നമുക്ക് ഈ ഒരു പ്ലേയിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എലമെന്റ് കൂടിയാണ്. ഓക്കെ, now the next one you have the slide. പിന്നെ നമുക്ക് പ്ലേയിലോട്ട് തുടങ്ങാം. അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു ഹാവ് എ പ്രലോഗ്. നമ്മൾ ആദ്യം ഇങ്ങനെ സെറ്റ് വൈസ് ആ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ 1 to 4 ആക്സ്, ഫസ്റ്റ് 4 ആക്സ്, പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ സെറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻവൊക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു ഹാവ് എ ബെനഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രെയർ ആണ്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോർഡ് ശിവേനെ വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പ്ലേയുടെ പ്രലോഗ് അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ പ്രെയർ സീക്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് രീതി പഠിക്കണമല്ലോ. സോ that first creator of the creator, that bearer of oblations offered with holy rites, the one who utters the holy chants, those two that order time, that which extends world, pervading, in which sound flows impinging on the ear, that which is proclaimed the universal womb of seeds, that which fills all forms that breathe with the breath of life. May the supreme Lord of the universe, who stands revealed in his 8 forms, perceptible preserve you. ഇങ്ങനെയാണ് നമ്മളുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ലോർഡ് ശിവേനെ അഡ്രസ് ചെയ്തുകൊണ്ടും ആ ഒരു പ്രെയർ കൊണ്ടാണ് നമ്മളുടെ പ്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 8 ഫോംസ് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്കുള്ളത് വാട്ടർ, ഫയർ, പ്രീസ്റ്റ്, സൺ, മൂൺ, സ്പേസ്, എർത്ത് ആൻഡ് എയർ. അപ്പൊ ഇത് നമ്മൾ വളരെ വളരെ ഒരു ജനറൽ ഒരു ഔട്ട്വ്യൂ പോലെ പഠിച്ചാൽ മതി. ഒരുപാട് ഡീപ്പ് പോലെ പ്രലോഗം നോക്കാണ്ട് എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു പ്ലേ തുടങ്ങുമ്പം ഇതേ കണക്ക് ഒരു ഗോഡിനെ അല്ലെങ്കിൽ ഒരു ഹോളി ഫിഗറിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് വി ഡു ദിസ്. കാരണം ഒരു പ്ലേ അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു സീക്ക് ദി ബ്ലെസ്സിങ്സ് ആൻഡ് യു സീക്ക് ദി ഇൻസ്പിറേഷൻ ഫ്രം ദി ഡിവൈൻ. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് പിന്നെ ആരൊക്കെയാണ് പ്ലേസിൽ വരിക എന്ന് വെച്ചാൽ യു ഹാവ് ദി സൂത്രധാർ, ദി നറേറ്റർ, ഡയറക്ടർ, then addresses the actress അല്ലെങ്കിൽ wife, introducing in the progress of the dialogue the play being performed for the audience. പിന്നെ നമുക്കുള്ള നറേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ, he definitely moves to the presenting the hero or the നായകൻ of the play. Here നമ്മുടെ നായകൻ ആരാണ്? This king ദുഷ്യന്ത. As the latter arrives on stage in full hunting regalia, chasing a fleet of antelope. Next നമുക്ക് ഇനി ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ നാളെ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ തെളിഞ്ഞ് നമ്മൾ ഇമാജിൻ ചെയ്ത് വേണം നിങ്ങളത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഓരോ ആ ദുഷ്യന്തൻ ഇങ്ങനെ, ശകുന്തള ഇങ്ങനെ, ആ ഒരു ഇമേജ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിൽ അത് ഇങ്ങനെ വളരെ ഇംപ്രന്റ് ആയിട്ട് നിൽക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. അപ്പൊ നമുക്ക് ആക്ട് 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഹിയർ നമ്മുടെ ആക്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഫ്രം ദി ചേസ്, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആക്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടാന്ന് വെച്ചാൽ ഓൺ ദി ഫുട് ഹിൽസ് ഓഫ് ഹിമാലയാസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഒരു ആക്ട് 1 അവിടെ വരുന്നത് ഫുട് ഹിൽസ് ഓഫ് ഹിമാലയത്തിലാണ്. അതിനുശേഷം അവിടെ നിന്ന് അത് മാറിയിട്ട് കൺവ കശ്യപൻ അല്ലെങ്കിൽ സേജ് മുനി ആയിട്ടുള്ള കൺവേയുടെ ഹെർമിറ്റേജിലോട്ട്, ആശ്രമത്തിലോട്ടാണ് നമ്മളുടെ സെറ്റിംഗ് പോകുന്നത്. അപ്പൊ മാലിനി തീരത്തുള്ള അല്ലെങ്കിൽ റിവർ മാലിനിയുടെ ബിസൈഡ് ആയിട്ടുള്ള സേജ് കൺവേയുടെ ഹെർമിറ്റേജിലോട്ടാണ് നമ്മളുടെ സെറ്റിംഗ് പോകുന്നത്. ക്ലിയർ? ജസ്റ്റ് എവിടെയാണ്? ഗ്രേറ്റ് സേജ് കൻവാസ് അല്ലെ. അപ്പം അവിടെ ആര് വരുന്നു? ഫസ്റ്റ് യു ഹാവ് ദി അപ്പിയറൻസ് ഓഫ് ഹീറോ കമ്മിങ് ഇൻ. ആരാ ഹീറോ? ദാറ്റ് ഇസ് ദുഷ്യന്ത. ഹി അപ്പിയേഴ്സ്. അപ്പം ദുഷ്യന്തനെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന്റെ ചാരിയറ്ററുമുണ്ട്. ഇൻ എ ഹോട്ട് പർസ്യൂട്ട് ഓഫ് എ ഡിയർ, സ്പെസിഫിക്കലി എ ബ്ലാക്ക് ബക്ക് വിച്ച് ഇസ് എ സീക്രട്ട്. അപ്പം ആ ഒരു ഹണ്ടിങ് സീനിലൂടെയാണ് നമ്മളുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ ദുഷ്യന്തൻ സ്റ്റോപ്സ് എന്നെ സ്റ്റണ്ട് ബൈ മെസ്സേജ് ഹു റിമൈൻഡ്സ് ഹിം ഓഫ് ഹിസ് ഡ്യൂട്ടി. അപ്പം ആ ഒരു ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ, തനിക്ക് ഇന്നൊരു ഡ്യൂട്ടി, തന്റെ ഒരു ഡ്യൂട്ടി കിങ് ആണല്ലോ, ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം പെർഫോം ചെയ്യണമല്ലോ. സോ ദിസ് ഡീസ് ഓഫ് ദ ഹെർമിറ്റേജ്, ഓക്കെ, ഹി ഷുഡ് നോട്ട് ബി കിൽഡ്, നോ നോ, ഡു നോട്ട് സ്ട്രൈക്ക് ഹിം. അപ്പൊ ആ ഒരു ഡിയറിനെ ഹണ്ട് ചെയ്തുകൊണ്ട് പോകുമ്പോ അവിടെ നിന്ന് പറയാണ്, വേണ്ട, അത് പാടില്ല, അത് ഹെർമിറ്റേജില് മാനാണ്, ചെയ്യാൻ പാടില്ല, ഹണ്ട് ഡൗൺ ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് ദുഷ്യന്തനെ റിമൈൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് ആക്ട് ഇവിടെ ബിഗിൻ ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, അങ്ങനെ പറയുന്ന സമയത്ത് സേജിന്റെ അടുത്തുള്ള ആ ഒരു ഹെർമിറ്റേജിലാണ് ഇപ്പം ശരിക്കും ദുഷ്യന്തൻ ഉള്ളത്. സോ ആസ് അസറ്റിക്സ് ഏർജിങ്, ദുഷ്യന്തൻ എന്ത് തീരുമാനിച്ചു, ഞാൻ എന്തായാലും ആ ഒരു കൻവ കശ്യപന്റെ അല്ലെങ്കിൽ മുനിയായിട്ടുള്ള കൻവയുടെ ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ നോടുള്ള എന്റെ ബഹുമാനവും റെസ്പെക്റ്റും എല്ലാം ഞാൻ കൊടുക്കട്ടെ. ആൻഡ് ഓൾസോ ഞാനൊരു കിങ് ആകുമ്പോൾ എനിക്ക് അവിടുന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും സർവീസും എല്ലാം ഞാൻ എൻജോയ് ചെയ്യട്ടെ എന്നാണ് ഇവിടെ ആദ്യം ദുഷ്യന്തൻ പറയുന്നത്. അതായത് ഇദ്ദേഹം ഒരു കിങ് ആണ്. സോ ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം വെച്ച് മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കിങ് എന്ന് പറയാം. അപ്പം ആശ്രമത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മുനിമാരെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടുള്ള ബഹുമാനവും റെസ്പെക്റ്റും എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഇറ്റ്സ് എ ഡ്യൂട്ടി ആസ് എ കിങ് ആണ്. സോ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ദുഷ്യന്തൻ ഉള്ളത്. സോ ആസ് ദേ നിയർ ദ ഹെർമിറ്റേജ്, ദുഷ്യന്തൻ എന്ത് ചെയ്തു, തന്റെ കിങ് ആകുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബോഡി ഡ്രസ്സസും അതിന്റെ ഓർണമെന്റ്സ്, അപ്പം അതൊക്കെ ഞാൻ മാറ്റുന്നു. കാരണം ഞാനിപ്പോ ചെല്ലാൻ പോകുന്നത് ഒരു സാധാരണയുള്ള ഒരു ആശ്രമത്തിലാണ്. അപ്പൊ എനിക്ക് ഇത്രയും ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ എന്നെ അലങ്കരിക്കുന്ന ആഭരണങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. ഞാനിപ്പം ഹണ്ടിങ്ങിന് വരുമ്പോൾ ഓഫ്കോഴ്സ് എന്റെ കൂടെ വെപ്പൺസും ആയുധങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ മാറ്റാണ്. കാരണം ഞാൻ പോകുന്നത് ഗോയിങ് ടു ഹെർമിറ്റേജ്. അപ്പൊ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഇത്രയും ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഹെവി ഗോഡി ഓർണമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. സോ ബിക്കോസ് ആ ഒരു സ്പേസിൽ, നമ്മുടെ ആ ഒരു ഹെർമിറ്റേജ്, ആ ഒരു നേച്ചർ ഫീൽഡ്, ആ ഒരു സ്പേസിൽ ഈ വസ്ത്രം അല്ലെങ്കിൽ എന്റെ ഈ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് വളരെ അൺഫിറ്റ് ആണ്. സോ എന്തിനാണ്, സോ ലെറ്റ് മീ റിമൂവ് ഓൾ ദിസ് എന്നുള്ള രീതിയിൽ ദുഷ്യന്തന്റെ മൈൻഡിലുണ്ട്. അങ്ങനെ ഹെർമിറ്റേജോട് എൻട്രി ചെയ്യാണ്. സോ ഓൺ എന്ററിങ് എന്ത് ചെയ്യുന്നു, ഹി സീസ് 3 വിമൻ. എത്ര വിമൻ? 3 വിമൻ. ആൻഡ് അതില് ഒരാളാണ് ആര്, നമ്മളുടെ ആരാണ്, ശകുന്തള. അങ്ങനെ ദാറ്റ് കംസ്, there comes the first meet of ശകുന്തള ആൻഡ് ദുഷ്യന്തൻ. ആൻഡ് ശകുന്തളയുടെ ബ്യൂട്ടി കണ്ട് ദുഷ്യന്തൻ was so mesmerized. ആ ഒരു ബ്യൂട്ടിയിൽ എന്തോരം ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് എന്റെ മുൻപിൽ ഉള്ളതെന്ന് ദുഷ്യന്തൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അത്രത്തോളം കാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് ശകുന്തളയ്ക്കുള്ളത്. So he hides behind some trees to further observe the trio and finally reveals his. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ ഓടിപ്പോയി മിണ്ടിയൊന്നുമില്ല. കുറച്ചു നേരം ഒന്നിങ്ങനെ നിന്ന് അവരെയൊക്കെ നോക്കി, ശകുന്തളയൊക്കെ നോക്കിയ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് പോയി സംസാരിക്കലും കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്. നെക്സ്റ്റ്, അപ്പം വിമൻ എന്ത് ചെയ്തു, ഈ ഉള്ള 3 കുട്ടികളും 3 ലേഡീസ്, 3 വിമൻ ഔട്ട് ദർ ദുഷ്യന്തനെ വെൽക്കം ചെയ്തു. അപ്പൊ ആ സമയത്ത് ദുഷ്യന്തൻ കിങ് ആണെന്ന് ഈ 3 പേർക്കും അറിയുന്നില്ല. കാരണം ആ ഒരു കിങ്ങിന്റെ അപ്പിയറൻസോ ഡ്രസ്സോ ഓർണമെന്റ്സോ ആ ഒരു അങ്ങനെയുള്ള ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ സാധാരണ ഒരാളായിട്ടാണ് ഇവര് 3 പേരും എന്ത് ചെയ്യുന്നത്, ദുഷ്യന്തനെ റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ഹാവിങ് എ കോൺവെർസേഷൻ. അപ്പൊ ദുഷ്യന്തൻ ഓഫ് കോഴ്സ് ഒരു റോയൽ പേഴ്സൺ ആണ്, ഒരു കിങ് ആണ്, ഓഫ് കോഴ്സ് നോബിൾ ഫാമിലി മെമ്പർ ആണ്. അപ്പൊ തനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് അടുപ്പം ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പം അവളെ കുറിച്ച് തോന്നിയ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദുഷ്യന്തന് താല്പര്യം വരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ സംസാരിക്കുന്ന വഴിക്ക് ദുഷ്യന്തന് മനസ്സിലായി ശകുന്തള എന്ന് പറയുന്നത് നമ്മളുടെ മുനിയായിട്ടുള്ള കൻവ, സേജ് കൻവയുടെ അഡോപ്റ്റഡ് ഡോട്ടർ ആണ് ശകുന്തള എന്നുള്ള ഫാക്ട്. ആര് മനസ്സിലാക്കുന്നു, ദുഷ്യന്തൻ മനസ്സിലാക്കുന്നു. ആൻഡ് ഷീസ് ഇൻഫാക്ട് ആരുടെ മകളാണ്, നമ്മളുടെ മേനക, അപ്സരസ് മേനകയുടെയും വിശ്വാമിത്രന്റെയും മകളാണ് ആരെന്ന് പറയുക, ശകുന്തള. സോ ഒരു നോബിൾ ബേർത്ത് ആണ്. കാരണം സാധാ ഉള്ളതല്ല, ഇറ്റ്സ് എ വെരി നോബിൾ ബേർത്ത് ആണെന്നുള്ള കാര്യം മനസ്സിലാവുക. ഓക്കെ, ഞാനൊരു കിങ് ആയതുകൊണ്ടും ഇത്രയും ഒരു നോബിൾ ബേർത്ത് ഉള്ള ഒരു പെൺകുട്ടിയാണ് ശകുന്തള, ഷീസ് ഫിറ്റ് ഫോർ മീ. അപ്പൊ അവിടെയും അവർ നോക്കുന്നത് എന്താണ്, അവരുടെ അതേ നിലവാരമുള്ളതാണോ, അതേ ഉള്ള കാസ്റ്റ്, ആ ഒരു നോബിലിറ്റി ആണോ എന്നൊക്കെയാണ് ഫസ്റ്റ് തന്നെ ദുഷ്യന്തൻ കൺസേൺഡ് ആകുന്നത്.
So before Dushyanta can learn of Shakuntala's feelings for him, they hear the news of how the arrival of Dusyanta's hunting party has frightened an elephant, and the elephant is now wreaking havoc in the forest. അപ്പൊ ഒരു വെറുതെ മുന്നേറ്റ് ആനയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോ ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. So the party is pledged. Shakuntala realizes എന്താണ് I have fallen in love. With whom? With ദുഷ്യന്തൻ. സോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയം തോന്നുകയാണ്. കാരണം ആദ്യം ദുഷ്യന്തൻ കണ്ടപ്പം he was so captivated by her beauty, so enchanted by her beauty. ആൻഡ് ശകുന്തളയ്ക്ക് തിരിച്ചും അതേ കണക്ക് ദുഷ്യന്തനോടൊരു പ്രണയം തോന്നുകയാണ്. അപ്പൊ രണ്ടുപേരുടെ ഉള്ളിലും ആ ഒരു പ്രണയം ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പ്രണയിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടുമുട്ടി സംസാരിക്കുന്നു, എന്നിട്ട് അവരുടെ വഴിക്ക് ഇങ്ങനെ പോകുമ്പം ഉള്ളിലെ ചെറിയൊരു വിങ്ങല് പോലുണ്ട്. ഇനി എന്നാ കാണുക, ഇനി എന്നാ സംസാരിക്കുക, ഇനി എന്നാ മിണ്ടുക. അപ്പം ആ ഒരു ലോങ്ങിങ്ങോട് കൂടി രണ്ടുപേരും ഡിപ്പാർട്ട് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ചെല്ലി. നമ്മുടെ ആക്ട് 2 ഇവിടെ നിന്നാണ് തുടങ്ങുക. സോ ആക്ട് 2 ടേക്സ് പ്ലേസ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് മാധവ്യ. മാധവ്യ എന്ന് പറയുന്നത് കോഡ് ജസ്റ്റർ ആണ്, പ്ലസ് ദുഷ്യന്തന്റെ വൺ ഓഫ് ദി ക്ലോസ് ഫ്രണ്ട്സ് കൂടിയാണ് മാധവ്യ എന്ന് പറയാം. സോ ഹു കംപ്ലൈൻസ് എന്താണ് പറയുന്നത് അബൌട്ട് ദ ഫിസിക്കൽ പെയിൻ ഹി ഈസ് അണ്ടർഗോയിങ് ബിക്കോസ് ഓഫ് ദുഷ്യന്തൻ ഫോളോയിങ് ഓൺ ഹിസ് ഹണ്ടിങ് എക്സ്പെഡിഷൻസ്. അപ്പം ഇങ്ങനെ ദുഷ്യന്തൻ ഇങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആണ് അവിടെ പറയുന്നത്. ആൻഡ് ദുഷ്യന്ത ഈസ് presented as suffering from love sickness and describes ശകുന്തള to മാധവ്യ in sensual terms. താൻ കണ്ട പെൺകുട്ടി ഇതാ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു, അവളുടെ ബ്യൂട്ടിനെ കുറിച്ച് എല്ലാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം. And he then asked മാധവ്യ to help him gain entry into the hermitage on some pretext or the other. അപ്പം ഇവൻ ദുഷ്യന്തൻ ശകുന്തള കണ്ടു, മീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനിയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവരെ കാണാനുള്ള ഒരു ഇഷ്ടം തോന്നില്ലേ മനസ്സിൽ. അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് ഇനി ആ ഹോമിറ്റേജിൽ ചെല്ലണം, എനിക്ക് വീണ്ടും അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുള്ള ഒരു ചാൻസ് വേണം എന്നുള്ള രീതിയിൽ തന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള കോജിസ്റ്ററുമായിട്ടുള്ള മാധവിയോട് ദുഷ്യന്തൻ തന്റെ ഈ കാര്യം പറയാണ്. So characteristics of a jester, Madhavya is quick to respond in a witty manner and tells Dushyanta that as a king he can rightfully enter the hermitage to demand the royal tax owed to him by the Essex. അപ്പത്തേക്ക് എന്ത് ചെയ്തു, തന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞേ എനിക്ക് എങ്ങനെങ്കിലും അവിടെ ഒന്ന് പോണം, കാണണം, എനിക്ക് ആശ്രമത്തിൽ പോകണം, എന്താ ഒരു മാർഗം, എന്താ ഒരു മാർഗം എന്ന് ദുഷ്യന്തൻ ദുഷ്യന്തൻ kept on asking to whom, to മാധവി. അപ്പത്തേക്ക് മാധവി പറഞ്ഞു പോവാനോ, നീ ഒരു കിങ്ങല്ലേ, അപ്പൊ നിനക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, കാരണം റോയൽ ടാക്സ് ഡിമാൻഡ് ചെയ്യാലോ, അപ്പൊ അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് അവിടെ ചെന്ന് ചോദിക്കാലോ എന്നുള്ള ഒരു ബുദ്ധി ആര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാധവ്യ ദുഷ്യന്തനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദ കോൺവെർസേഷൻ ഇന്ററപ്റ്റഡ്. ആരൊന്ന് ഇന്ററപ്റ്റ് ചെയ്തു, ബൈ ടു അസിക്സ്. എന്താണ്, ദുഷ്യന്തൻ വേഗം വന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഡീമൻസുകളെ തകർക്കണം. കാരണം ഇറ്റ് മീൻസ് അവരിൽ നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന്. കാരണം ഇതൊക്കെ ഒരു കിങ്ങിന്റെ ഡ്യൂട്ടിയാണ്. ഡീമൻസോ കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പം ഈ മെയ്ഡൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് കിങ്ങിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. And Dushyanta readily agrees as it complements his desire to visit the hermitage without arousing any suspicion. And however, his joy is cut short by the arrival of Karabhaga with a message from the Queen Mother asking for his immediate return to Hastinapur. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മുടെ ദുഷ്യന്തന്റെ റോയൽ പ്ലേസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലം ഹസ്തിനപൂർ ആണ്. അപ്പം അവിടുത്തെ കിങ്ങാണ് ഇദ്ദേഹം എന്ന് പറയാം. അപ്പൊ എങ്ങനെങ്കിലും പോയി ശകുന്തളേനെ കണ്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തന്റെ അമ്മ അയക്കുന്ന മെസ്സഞ്ചർ തന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നമ്മുടെ ക്വീൻ മദർ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ദുഷ്യന്ത യു ഹാവ് ടു കം ബാക്ക് ടു ഹസ്തിനപുരി എന്നുള്ള മെസ്സേജ് ആ മെസ്സഞ്ചർ ആർക്ക് കൊടുക്കുന്നുണ്ട്, ദുഷ്യന്തന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. So torn between his duty towards Essex and his mother, Dushyanta finally decides to go to the hermitage and sends Madhavya in a state to Hastinapur. അപ്പോഴത്തേക്ക് ഒരു സൈഡില് യു ഹാവ് ശകുന്തള, എങ്ങനെയെങ്കിലും ശകുന്തളനെ കാണണം, ആശ്രമത്തിൽ പോകണം. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അമ്മ എന്ത് ചെയ്തു, മെസ്സഞ്ചർ അയച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹസ്തിനപുരിയിൽ പോകണം. ഒരു സൈഡില് ശകുന്തള, ഒരു സൈഡില് മദർ, ക്വീൻ മദർ. എന്ത് വേണം കൺഫ്യൂഷൻ. അപ്പൊ ലാസ്റ്റ് തീരുമാനിക്കുന്നു, എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ,
ഞാൻ ശകുന്തലയുടെ ആശ്രമത്തിൽ പോവാണ്. മാധവിയ എന്ന് പറഞ്ഞാലാണ് ഫ്രണ്ടിനോട് പറയുന്നു, നീ തൽക്കാലം എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് പോ, ഞാൻ വരാം. സിൻസ് എന്റെ ക്വീൻ മദർ വിളിപ്പിച്ചല്ല, അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല. സോ തൽക്കാലം എനിക്ക് പകരം നീ അവിടെ ചെല്ലും, അതിൽ കമ്മെന്നുള്ള രീതിയിൽ ആ ഒരു ഡിലമയെ അവിടെ സോർട്ട് ഔട്ട് ചെയ്തു. Dushanta, however, is careful to mask his interest in Shakuntala and tells Madhavya that his interest in her was just a whim എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണ്. ഇനി നമുക്ക് ആ ഉണ്ടായിരുന്നെങ്കിലും അത് കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്ത് അതിന്റെ ഫ്രൂട്ട്ഫുൾ സ്റ്റേജിൽ എത്തിയില്ല. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ആ ഒരു അവരുടെ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സുകളാണ്. സോ ഹിയർ ദി ഓഡിയൻസ് ഇസ് ടോൾഡ് ഓഫ് ദുഷ്യന്ത സക്സസ് അറ്റ് വാച്ചിങ് ദ ഡീമൻസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീമൻസിനൊക്കെ ഇല്ലേ, അപ്പൊ അവിടെ നല്ല പ്രൊട്ടക്ഷനും ഒക്കെ ചെയ്ത് എല്ലാം വരികയാണ്. ആൻഡ് ഹൗ ശകുന്തള ഈസ് സഫറിംഗ് ഫ്രം എ ഹീറ്റ് സ്ട്രോക്ക് മേക്കിംഗ് ഹർ ഫീൽ ഹോട്ട് ആൻഡ് ഫീവറിഷ്. കാരണം തന്റെ പ്രിയതമൻ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇത്രയൊക്കെ വരുമ്പോൾ നമുക്കൊരു സങ്കടവും കൺസേണും ഒക്കെ വരുമ്പോൾ സിമിലർലി ആ ഒരു കൺസേണും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ ശകുന്തളയിലും കാണാൻ പറ്റുക. And Shakuntala is actually shown to be suffering from love sickness, unable to keep Dushyanta out of her thoughts. She longs for his company. ഒരു പ്രണയം തുടങ്ങുന്ന സമയത്ത് നോർമലി എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ശകുന്തള ഭയങ്കര ഡീപ്ലി എപ്പോഴും ദുഷ്യന്തനെ കുറിച്ച് മാത്രം ഇങ്ങനെ തിങ്ക് ചെയ്ത് അങ്ങനെ മാത്രം ഇരിക്കുകയാണ് ആര്. സോ ആ ഒരു ലവ് സിക്നെസ്സിൽ ഭയങ്കരമായിട്ടും ശകുന്തള ഇസ് ഗെറ്റിംഗ് ഇഫക്റ്റഡ്. അപ്പൊ പിന്നെ എന്താണ്, എങ്ങനെയെങ്കിലും ദുഷ്യന്തനെ കാണണം. ഷീ ഈസ് വെരി ലോങ്ങിങ് ഫോർ ഹിസ് കമ്പനി. അപ്പം അത്രത്തോളം ആ ഒരു ലവ് സിക്നെസ് അത്രയും ബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് യു ഹാവ് ശകുന്തള ഇൻ ദിസ് പ്ലേ. ഓക്കെ, സോ നെക്സ്റ്റ്. അപ്പൊ ശകുന്തളയ്ക്ക് നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു 3 പേരെയാണ് ഫസ്റ്റ് ദുഷ്യന്തൻ കണ്ടത്. അതിൽ വൺ അമംഗ് ദി വിമൻ ആയിരുന്നു ആര്, നമ്മളുടെ ശകുന്തള. സോ ദ അതർ ടു പേഴ്സൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ശകുന്തളയുടെ കമ്പാനിയൻസ് ആണ്. അവരുടെ പേരാണ് പ്രിയംവദയും അനസൂയ. ഇവരെല്ലാം ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. So, Dushanta presently arrives at the bower where the 3 women are resting, and on hearing Shakuntala confess her love for him, reveals himself within. അപ്പൊ അത്രയും നേരം കിങ് ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ ശകുന്തള തന്റെ ഇഷ്ടം കൺഫസ് ചെയ്തു. അതേസമയം തന്നെ എന്ത് ചെയ്തു, ദുഷ്യന്തനും ഇതേ കണക്ക് റെസ്പോണ്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഞാൻ ആ ഒരു വ്യക്തി ആരാണെന്നും അവിടെ റിവീൽ ചെയ്തു. And next is Shakuntala's companions leave the 2 lovers alone, and in the process Dushyanta tries to woo Shakuntala. അപ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും 2 ലവേഴ്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് അനസൂയയും പ്രേമവതയും എന്ത് ചെയ്തു, അവർക്ക് രണ്ടുപേർക്കുമുള്ള ടൈമും കാര്യങ്ങളും ഒറ്റയ്ക്ക് ലവേഴ്സ് ചിലപ്പോൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈമും സ്പേസും എല്ലാം അവിടെ 2 ഫ്രണ്ട്സും അവിടെ ചെയ്തു. Okay, next, however, their love play is interrupted by the arrival of Gautami, the matron of the hermitage, and the lovers separate. അപ്പൊ അത്രയും നേരം ഒന്നിച്ചിരുന്നവര് ഇപ്പൊ ഗൗതമിയുടെ അറൈവലോട് കൂടി they got separated. A despondent Dushyanta is called to fight the demons tormenting. ഇപ്പൊ വീണ്ടും ആ ഡീമൻസ് ടോർമെന്റ് ചെയ്യുന്നത് കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദുഷ്യന്തൻ വീണ്ടും തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം വളരെ ഒബ്ലൈസ്ഡ് ആയിട്ട് തന്നെ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. Okay, next slide we have is, yes, Act 4 is ശകുന്തലാസ് ഡിപ്പാർച്ചർ. അപ്പൊ ഇപ്പം ആ ഒരു സീൻ ഇപ്പൊ നമുക്കുള്ളത് ആ ഒരു ഫോറസ്റ്റിൽ തന്നെയാണ്. അപ്പം എല്ലാം ആ ഒരു സമയത്ത് തന്നെയാണ് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്. And in the prelude, in this act reveals that Shakuntala and Dushyanta have married. അപ്പൊ നമ്മള് Act 4 തുറന്ന് നമുക്ക് മനസ്സിലാകും ശകുന്തലയും ദുഷ്യന്തനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു, they got married. പക്ഷെ അവര് കല്യാണം കഴിച്ചത് ഗാന്ധർവ വിധി പ്രകാരം, അല്ലെങ്കിൽ ഗാന്ധർവ മാരേജ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. they got married according to the Gandharva rites. ഇപ്പൊ ഗാന്ധർവ ആചാരപ്രകാരമുള്ള വിവാഹമാണ്. സോ അവർ രണ്ടുപേരും മാത്രമേ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുമുള്ളൂ, അല്ലാണ്ട് എല്ലാരെയും വിളിച്ചു ഭയങ്കര ഫോർമലി അങ്ങനെയുള്ള കൈൻഡ് ഓഫ് മാരേജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. So they got married according to the Gandharva rites പ്രകാരം they got married. And ദുഷ്യന്ത എന്ത് ചെയ്തു, അതിനുശേഷം he left for ഹസ്തിനപുരിയിലോട്ട് തിരിച്ച് ആര് പോയി, നമ്മളുടെ ദുഷ്യന്തൻ പോയി. നെക്സ്റ്റ്, ദി ഗ്രേറ്റ് സേജ് ദുർവാസാവ ഋഷി അറൈവ്സ്. അപ്പൊ ഇനിയാണ് നമ്മൾ ഇത്രയും നേരം നമ്മളുടെ പ്ലോട്ട് വളരെ ഭംഗിയായിട്ടും വളരെ സമാധാനപരമായിട്ടും ഇങ്ങനെ വെക്കൊണ്ടിരുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ട് പ്രശ്നം തുടങ്ങുന്നു. ആര് വരുന്നു, നമ്മളുടെ ദുർവാസ അല്ലെങ്കിൽ ദുർവാസ ഋഷി വരികയാണ്. അപ്പം ഒരു സേജ് ഇതേപോലെ ദുർവാസ പോലുള്ള ഒരു മുനിയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അപ്പം എന്ത്, ദുർവാസാവ് നമ്മളുടെ കന്വ കശ്യപന്റെ ആശ്രമത്തിൽ വരുന്നു.
അപ്പം ഒരു മുനി വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് എഴുന്നേറ്റ് ബഹുമാനിച്ച് അദ്ദേഹത്തിന് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയല്ലേ ചെയ്യണ്ട. പക്ഷെ നമ്മളുടെ ശകുന്തള എന്ത് ചെയ്തു? ഈ മുനി വന്നതൊന്നും ശകുന്തള അറിഞ്ഞിട്ടില്ല. കാര്യം എന്താണ്? ഷീ സോ മച്ച് ഇൻ ടു ദി തോട്ട്സ് ഓഫ് ദുഷ്യന്ത. അപ്പൊ ദുഷ്യന്തന്റെ കാര്യം ഇങ്ങനെ ഓർത്ത് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് എല്ലാം മറന്നാണ് ശകുന്തള ഇരിക്കുന്നത്. അപ്പം ഈ ദുർവാസ വന്നതും ഒന്നും ആൾ അറിഞ്ഞില്ല. അപ്പം എന്ത് ചെയ്താൽ മനസ്സ് ഇവിടെയെങ്ങും അല്ല, ദുഷ്യന്തന്റെ ഒപ്പമാണ് മനസ്സെന്ന് പറയാം. സോ ദുർവാസ ഋഷി ഭയങ്കര ദേഷ്യമുള്ള ഒരു മുനിയാണ്. അപ്പം താനിങ്ങനെ വന്നു, അദ്ദേഹത്തിന് വേണ്ടുള്ള ബഹുമാനം ഈ പെൺകുട്ടി നൽകിയില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ എന്ത് ചെയ്തു? അങ്ങ് ആ മൊമെന്റിൽ തന്നെ ദുർവാസാവ് എന്ത് ചെയ്തു? അങ്ങ് കേഴ്സ് ചെയ്തു. എന്താണ്? നീ ഇപ്പം ആരെ ആലോചിച്ചിരിക്കുന്നത്? നീ ഇപ്പോൾ ഞാൻ വന്നിട്ട് നീ എന്നെ നോക്കാതെ ആരെയാണോ ആലോചിച്ചിരിക്കണത് അയാള് നിന്നെ മറന്നു പോകട്ടെ. That was very cruel one, right? So Durvasa Rishi, known for his temper, immediately curses her, saying, എന്താണ്? You shall be lost in thoughts. Though you God is memory hard, he shall fail to remember you. അയാൾ നിന്നെ, നീ ആരെയാണോ ഇപ്പോൾ ഓർക്കുന്നത് അയാൾ നിന്നെ ഓർക്കാണ്ടിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് കേഴ്സ് ആണ് ചെയ്തത്. വളരെ ക്രൂവൽ അല്ലേ? അപ്പൊ ദുർവാസ ഒരു ഭയങ്കര ദേഷ്യം വന്നാൽ ഹീ സ്റ്റംസ് അപ്പ്. പക്ഷെ ഈ നടന്നതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളം ഷി വാസ് സോ മച്ച് ഡീപ് ഇൻ ടു ദ തോട്ട്സ് അബൌട്ട് ദുഷ്യന്ത. അപ്പത്തേക്ക് നമ്മുടെ രണ്ട് കമ്പാനിയൻസ് ഇല്ലേ, പ്രിയമതയും അനസൂയയും, അത് അനസൂയ വന്നിട്ട് ഇങ്ങനെ കാല് പിടിച്ച് പറയുന്നു, അയ്യോ അങ്ങനെ ചെയ്യരുത്, ഡോണ്ട് ഡു ദിസ്, അങ്ങനെ കേഴ്സ്, നിങ്ങളുടെ ആ ശാപം മാറ്റണം പ്ലീസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അനസൂയ വന്നിട്ട് ഷീ ഈസ് റിക്വസ്റ്റിംഗ് ടു ദുർവാസ മുനി. സോ ആസ് ദുർവാസ ഋഷി സ്റ്റംസ് അപ്പ്, അനസൂയ attempts to plead with the sage and manages to extract a reprieve wherein at the presentation of a token of recognition the curse will be lifted. അപ്പം എങ്ങനെയെങ്കിലും ആ ശാപം ഒന്ന് മാറ്റണം, എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റണം എന്നുള്ള ചിന്തയുള്ളൂ. അപ്പൊ ദുർവാസ പറഞ്ഞു, എന്തായാലും ഞാൻ ശപിച്ചു പോയി, പക്ഷെ ഇനിയിപ്പം നിങ്ങളുടെ ആ അവൾ ആരെയാണോ, അല്ലെങ്കിൽ ശകുന്തള ആരെയാണോ ആലോചിച്ചിരുന്നത്, അന്നേരം നിങ്ങൾക്ക് അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കും, അല്ലാതെ ഓർക്കത്തില്ല. മനസ്സിലായി? അപ്പൊ എന്തെങ്കിലും അവരുടെ പ്രണയത്തിന്റെ അടയാളമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ശാപം മാറിക്കിട്ടും. അല്ലാതെ ഓർക്കണമെന്ന് നിർബന്ധമില്ല, ഓർക്കത്തില്ല. കാരണം അതാണ് ആ ഒരു കേസ്. അപ്പൊ ആ കേസ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊഡ്യൂസ് എ ടോക്കൺ ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ദെയർ ലവ്, അല്ലാതെ ഓർക്കത്തില്ല. ദാറ്റ് വാസ് എ കേസ് മെയ്ഡ് ബൈ ദുർവാസാവ ഋഷി. ഓക്കെ, ക്ലിയർ ഇറ്റ് ഈസ്? Now, the companions are reassured. അപ്പൊ ഉടനെ കുഴപ്പമില്ല, എന്തായാലും ദുഷ്യന്തൻ ആ മോതിരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇൻ കേസ് ആ ഒരു കേസിന്റെ ഫലം മൂലം ദുഷ്യന്തൻ മറന്നു പോയാലും സാരമില്ല, കാരണം നമ്മുടെ കയ്യിൽ ആ മോതിരം ഉണ്ടല്ലോ, ആ മോതിരം കാണിക്കും, എന്തായാലും ദുഷ്യന്തൻ ഓർക്കും. Okay, so the companions are reassured at this because Dushyanta had given a ring to Shakuntala as a token of his love, and so believe that the curse will be broken without much harm. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല, കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. The prelude ends with both the companions deciding to spare Shakuntala from the knowledge of the curse. അപ്പം തൽക്കാലം ശകുന്തള ഒന്നും അറിയിക്കേണ്ട, കാരണം ഇപ്പോഴും ഷീ സ്റ്റിൽ ഇൻ ദ തോട്ട്സ് ഓഫ് ദുഷ്യന്ത. അപ്പൊ പിന്നെ പോട്ടെ, നമുക്കത് മാനേജ് ചെയ്യാന്നുള്ള കാര്യം വെച്ചിട്ടാണ് ആ ഒരു പ്രലൂഡ് അവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പത്തേക്ക് ഇപ്പോഴും സ്റ്റിൽ എന്താണ്, ഷീ ഈസ് വെരി മച്ച് വറീഡ്. കാരണം അനസൂയ ഇപ്പോഴും ശകുന്തലയോർത്ത് ഭയങ്കര വിഷമമാണ്. കാരണം അനസൂയ ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ എന്താണ് ദുഷ്യന്തന്റെ ഈ ഒരു ആക്ഷൻസും ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാ. കാരണം ഷീ ഗോട്ട് ഓൾറെഡി മാരിഡ് ആൻഡ് ഓൾസോ ഇപ്പം ശകുന്തല പ്രഗ്നന്റുമാണ്. അപ്പൊ ഇത്രയും വരെയൊക്കെ കാര്യങ്ങൾ എത്തിയില്ലേ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ, നമുക്ക് എന്തായാലും കൺവ കശ്യപിനോട് അല്ലെങ്കിൽ മുനി കൺവയോട് നമുക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുക. എങ്ങനെ നമ്മൾ ഇങ്ങനെ പറയും, മുനിയോട് നമ്മൾ എങ്ങനെ അറിയിക്കും ശകുന്തളയുടെ കല്യാണം ഗാന്ധർവ വിധി പ്രകാരം കഴിഞ്ഞു എന്നും ആൻഡ് ഓൾസോ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എങ്ങനെ അറിയിക്കും എന്നുള്ള രീതിയിൽ അനസൂയ ഈസ് ഗെറ്റിംഗ് കൺസേൺ. ദ റെസൊല്യൂഷൻ അറൈവ്സ് ഇൻ ദ ഫോം ഓഫ് എ സ്പിരിച്വൽ വോയിസ്. അപ്പം ഇങ്ങനെ നമുക്കറിയാം, ഇത്രയും ആ ഒരു പണ്ടത്തെ ഒരു സ്റ്റോറി ആണല്ലോ. അപ്പം ആ ഒരു സെലസ്റ്റിയൽ വോയിസ് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പം അതിലൂടെ നമ്മുടെ മുനി എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ശകുന്തളയും ദുഷ്യന്തനും കല്യാണം കഴിച്ചു, അവരുടെ യൂണിയൻ എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം ആ ഒരു അശരീരി പോലെ ആ സെലസ്റ്റിയൽ വോയിസ് കേട്ടിട്ട് കന്വ കശ്യപിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. സോ കന്വയ്ക്ക് പക്ഷെ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി, കാരണം ഷീ ഗോട്ട് മാരീഡ് ടു എ ഗുഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഹി വാസ് ഹാപ്പി. So Kanva is overjoyed at this and decides to send എന്താണ്
Shakuntala to Dushyantan's court with a few escorts. അപ്പത്തേക്ക് ഇനിയിപ്പോ എന്തായാലും കല്യാണം എല്ലാം കഴിഞ്ഞു, ഷീ ഗോട്ട് പ്രഗ്നന്റ്. അപ്പൊ ഇനിയിപ്പോ എന്താണ്, ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയതല്ലേ, നമുക്ക് എന്തായാലും എങ്ങോട്ടേക്ക് പോവാം, ദുഷ്യന്തന്റെ കോർട്ടിലോട്ട് പോവാന്നുള്ള തീരുമാനത്തിൽ എല്ലാരും എത്തുന്നു. നെക്സ്റ്റ്, അങ്ങനെ ശകുന്തള ഇപ്പോൾ ഷീ ഈസ് ഡിപ്പാർട്ടിംഗ് ഫ്രം വേർ, ഫ്രം ഹർ ഹെർമിറ്റേജിൽ നിന്ന് പോവാണ്. സോ അത് വളരെ ഡീപ്പായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത്, അപ്പൊ എല്ലാരും ഇപ്പൊ ശകുന്തള അവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കണം അതൊരു ഹെർമിറ്റേജ് ആണ്, ആശ്രമമാണ്, കാടാണെന്നൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. ഈവൻ അവിടുത്തെ ചെടികൾ പോലും പ്രതികരിക്കുന്നുണ്ട്. കാരണം അവളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാണ്ട് അവർക്ക് പോലും, ആ ചെടികൾക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും ഇലകൾക്കാണെങ്കിലും ആ ടെൻഡ്രിൽസിന് പോലും എല്ലാത്തിനും അവളുടെ ആബ്സെൻസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. കാരണം അത്രത്തോളം ഡെയിലി വന്ന് നമ്മുടെ ശകുന്തള ചെടികളെയും പൂവുകളെയും കായ്കളെയും എല്ലാം തലോടുകയും വേണ്ട അറ്റൻഷൻ ഒക്കെ കൊടുക്കുക. അപ്പൊ ഈവൻ ആ പ്രകൃതി പോലും എന്താണ് റിയാക്ട് ചെയ്യുകയാണ് ഓൺ സീയിങ് ദ ഡിപ്പാർച്ചർ ഓഫ് ശകുന്തള ടു ഹസ്തിനപുരി. അപ്പം ആ ഒരു വളരെ നേച്ചറുമായിട്ട് ഇഴകി ചേർന്നിട്ടുള്ള ഒരു സീനാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ ശകുന്തള എന്ത് ചെയ്യുന്നു, അവിടുന്ന് എല്ലാവർക്കും ചാച്ച ബൈ പറയുന്നതാണ്. ഷീ ഈസ് എ ബിഡിങ് ഫെയർവെൽ ടു ഹർ ഹോം ആൻഡ് എംബ്രേസസ് ഹർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദ ലാസ്റ്റ് ടൈം. ആൻഡ് അങ്ങനെ യാത്രയും കാര്യങ്ങളെല്ലാം പറയുന്ന അപ്പോഴത്തെ കന്വകശ്യപര്, നീ ഇപ്പോൾ അവിടെ ചെല്ലുന്നു, നീ അവിടുത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയാവുകയാണ്, അപ്പൊ നിനക്ക് അതിൻ്റെതായ മീൻസ് ഡ്യൂട്ടീസും കമ്മിറ്റ്മെന്റ്സും ഒബ്ലൈസ്ഡുമാണ്. അപ്പൊ ആ ഉള്ള കാര്യങ്ങൾക്ക് എങ്ങനെ പാലസിൽ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ കന്വകശ്യപൻ കൊടുക്കുകയാണ്. So the finality of Shakuntala's separation from the world of the hermitage is established through Kanva's words, where he says that she can only return എപ്പോഴാണ്, നിന്റെ ഒരു ഭാര്യ എന്നുള്ള നിലയിലെ ജോലിയും അമ്മ എന്നുള്ള നിലയിലെ നിന്റെ ജോലികളെല്ലാം ഫുൾഫിൽ ചെയ്താൽ മാത്രം, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിനക്ക് തിരിച്ച് ഇവിടേക്ക് വരാനുള്ളത്. ബിക്കോസ് യു ആസ് എ വൈഫ് ആൻഡ് ഓൾസോ മദർ യു ആർ ഡ്യൂട്ടി ബൗണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് അത്രയും ഹസ്ബൻഡ് ആണ്, കുട്ടികളാണ് വലുത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് ആര് കൊടുക്കുന്നത്, നമ്മുടെ കന്വകശ്യപൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നൗ വി ആർ മൂവിംഗ് ടു സമ്മറി ഓഫ് ദി ആക്ട് 5 ടു ആക്ട് 7. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ 1 to 4 ആയിരുന്നു, ഇപ്പൊ നമ്മൾ 5, 6, 7 ആണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. നമ്മള് പടം കാണുന്നതിന് മനസ്സിലായി, നമ്മുടെ ആ ഒരു ഹെർമിറ്റേജ് എന്നെല്ലാം സെറ്റിംഗ് മാറിയിട്ട് ഇപ്പൊ എങ്ങോട്ടേക്ക് വന്നു, സെറ്റിംഗ് ഹാസ് കെയിം ടു നമ്മുടെ ദുഷ്യന്തന്റെ റോയൽ ആ കോർട്ട് പാലസിലാണ്. So and it begins with the Chamberlain praising the king's hard work in maintaining peace and prosperity in the kingdom. അപ്പം ദുഷ്യന്തൻ വളരെയധികം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ്. തന്റെ ജോലികളും കർത്തവ്യങ്ങളും വളരെ കൃത്യമായിട്ടും എല്ലാം നല്ല രീതിയിൽ കൊണ്ട് നടത്തി അവിടെയുള്ള ആൾക്കാർക്കും ജനതകൾക്കും വേണ്ടിയുള്ള പീസും സമാധാനവും ശാന്തിയും എല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു കിങ്ഡത്തിലെ കിങ് ആണ് ആരെന്ന് പറയാ, നമ്മളുടെ ദുഷ്യന്തൻ എന്ന് പറയുന്നത്. So Shakuntala and her entourage appear at the royal palace and wait for audience with ദുഷ്യന്തൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ശകുന്തളയും കന്വ എല്ലാരും കൂടി ചേർന്ന് they have now reached the palace, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ദുഷ്യന്തൻ. എന്നിട്ട് ദുഷ്യന്തന്റെ വരവിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. So one of the ascetics, Sarangava, relays Kanva's message and asks him to accept Shakuntala as this. ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ശകുന്തളന്റെ വൈഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പറയാണ്. പക്ഷെ ഇവിടാണ് ട്വിസ്റ്റ് നടക്കുന്നത്. ദുഷ്യന്തന് ഓർമ്മയില്ല ഇത് ആരാണെന്ന്. കാരണം എന്താണ്, മനഃപൂർവ്വം നടന്നതല്ല. നമ്മളുടെ ആ ഒരു കേഴ്സ് ഇല്ലേ, ദുർവാസ വന്നിട്ട് ചെയ്തൊരു മീൻസ് കേഴ്സ് ഇല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഇഫക്റ്റിൽ ആൾക്ക് ശകുന്തള കണ്ടിട്ട് മനസ്സിലാവണില്ല. സോ ദുഷ്യന്ത അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി കേഴ്സ് എന്ത് ചെയ്തു, ഡസ് നോട്ട് റിമെമ്പർ ശകുന്തള ആൻഡ് റെഫ്യൂസസ് ടു അക്നോളജ് ഹെർ ആസ് ഹിസ് വൈഫ്. ഇപ്പൊ തന്റെ വൈഫാണ് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് മടി ഉണ്ടാവുന്നു, കാരണം മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ആ ഒരു കേഴ്സിന്റെ ഇഫക്റ്റില് അങ്ങനെ ആയി പോകുന്നതാണ്. സോ ശകുന്തള ട്രൈസ് ടു ക്ലെയിം ത്രൂ ഹർ ക്ലെയിം. എങ്ങനെയാണ്, ആ ഒരു മോതിരം ഉണ്ടല്ലോ, മോതിരം കാണിച്ചാൽ ഓർക്കുമെന്നുള്ള ധൈര്യത്തിൽ ആ മോതിരം കാണിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മോതിരം തപ്പുവാണ്, ഇങ്ങനെ ഒരു മോതിരം പോലെ ഇങ്ങനെ കാണിക്കാൻ തപ്പുന്നു. പക്ഷേ മോതിരം കിട്ടുന്നുണ്ടോ, മോതിരം ഇസ് മിസ്സിങ്, റിംഗ് ഇസ് മിസ്സിങ്. ആകെയുള്ള ഒരു തെളിവെന്ന് പറയുന്നത് ആ മോതിരമായിരുന്നു. ഇപ്പൊ ആ മോതിരവും കാണാനില്ല. അപ്പോഴത്തേക്ക് ദുഷ്യന്തന് ഭയങ്കര ഡൗട്ടിലേക്ക്, ഇതെന്താണ്, മോതിരം ഉണ്ടെന്ന് പറയുന്നു, മോതിരം ഇല്ലെന്ന് പറയുന്നു, വൈഫാണെന്ന് പറയുന്നു, എന്താണ് ദുഷ്യന്തന് ടോട്ടലി കൺഫ്യൂസ്. ആൻഡ് അവളുടെ ആ ഒരു ജെനുവിനിറ്റി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. കാരണം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ മോതിരം ഉണ്ട്, ഇപ്പൊ മോതിരം ഇല്ല, അത് പറയുന്നു ഇത് പറയുന്നു. അപ്പൊ ആൾക്ക് മൊത്തത്തിൽ ഭയങ്കര ഡൗട്ട്ഫുൾ. എന്ന് പറയാണ്, നിങ്ങൾ ഇവിടെ തിരിച്ചു കൊണ്ടുപോകും, ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ ദുഷ്യന്തൻ പറയുന്നു.
പക്ഷെ ദശരഥ് എന്ത് ചെയ്തു, അങ്ങനെ അവർ തിരിച്ചു പോകാൻ തയ്യാറല്ലായിരുന്നു. കാരണം saying that if she is lying then she will be a stain on Kanva's honor. കാരണം ശകുന്തള പറഞ്ഞത് കള്ളമാണ്, ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ശകുന്തള പറഞ്ഞ എല്ലാം കളവാണ്. അങ്ങനെ കന്വകശ്യപൻ വളർത്തിയ തന്റെ മകൾ കളവ് പറയുന്നു എന്ന് പറയുമ്പോൾ കന്വകശ്യപന്റെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് അവിടെ കള്ളം പറയില്ല എന്നത് ഒന്നാമത്തെ കാര്യം. ബട്ട് സ്റ്റിൽ ഇഫ് വി ആർ കമ്മിങ് ബാക്ക്, വാട്ട് ഇസ് ഹാപ്പനിങ്, നമ്മളുടെ ആ ഒരു ഓണറിനും നമ്മളുടെ റെപ്യൂട്ടേഷനും എല്ലാം അത് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ആൻഡ് ഷീ ഈസ് ഇൻഡീഡ് സ്പീക്കിംഗ് ദ ട്രൂത്ത്, ദെൻ ഷീ മസ്റ്റ് ബി വിത്ത് ദ ഹസ്ബൻഡ് ഈവൻ ഇറ്റ് മീൻസ് ലിവിംഗ് ഇൻ സെക്യൂരിറ്റി. അപ്പം അവൾ പറയുന്നത് കള്ളമാണെങ്കിൽ അത് കള്ളമാവില്ല, ബിക്കോസ് അത്രയും നന്നായിട്ട് വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇൻഡീഡ് ഇപ്പം സത്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷീ ഈസ് എ വൈഫ്. സോ ഹസ്ബൻഡിന്റെ അടുത്ത് ഡ്യൂട്ടി ബൗണ്ട് ആണ്, ഹസ്ബൻഡിന് കൂടെ തന്നെ നിൽക്കണം. അതിന് എന്ത് അവസ്ഥയിലാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും എന്താണ്, ഹസ്ബൻഡിന്റെ ഒപ്പം വേണം നിൽക്കാൻ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സോ ശകുന്തളയ്ക്ക് ഇത് കേട്ടപ്പം ആകെ ഭയങ്കര ലൈക്ക് എന്താണ്, ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്നു, എന്നെ ഓർക്കുന്നില്ല, എന്നെ എല്ലാം മറന്നുപോയി. സോ ശകുന്തള is thus left stranded and alone with no one by her side and cries for mother earth ഉദാത്രി മാത. അപ്പൊ പറയാണ് ഇപ്പം അത്രയും, കാരണം നമ്മൾ വന്ന ഒരു ഭർത്താവിന്റെ അടുത്ത് ഒന്ന് ഭാര്യ പറയുന്നു, അത് വിശ്വസിക്കുന്നില്ല, അത് കാണിക്കാൻ തെളിവില്ല, താൻ പറയുന്ന കളവാണെന്ന് പറയുന്നു. അപ്പോൾ ആ നിമിഷം ഭയങ്കരമായിട്ടും ഷീ ഫെൽ സോ ഹ്യൂമിലേറ്റഡ്. അപ്പൊ പറയാണ്, നിന്ന നിപ്പിൽ ഈ ഭൂമി അങ്ങ് പിളർന്ന് ഞാൻ അതിലങ്ങ് ആയി പോകട്ടെ, എന്നെ ഭൂമി വിഴുങ്ങട്ടെ എന്നുള്ള രീതിയിലേക്ക് ശകുന്തള എത്തുന്നു. സോ അത്രത്തോളം ഷീ ഗെറ്റ്സ് ഹ്യൂമിലേറ്റഡ്. അപ്പൊ ഇങ്ങനെ ഒരു വിമണൻ ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഒരു സ്ത്രീക്ക് ആ സമൂഹത്തിലുള്ള പൊസിഷൻ എന്താണ്. രണ്ടാമതായിട്ട് അവളുടെ ഒരു ഓണർ എങ്ങനെയാണ്. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ ലൈക്ക് വെൻ ഷീ ഈസ് പ്രൊക്ലെയിം ദാറ്റ് ജസ്റ്റ് എർത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് സോളോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സീതയുടെ കേസിനകത്ത് നമ്മളുള്ള ഒരു സിമിലാരിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ലെറ്റ് മീ കണ്ടിന്യൂ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, women make keeping of their father or the husband, as is clear from the various references in text. Secondly, if a women were not conventionally married, അതായത് നമ്മള് നോർമലി ഉള്ള രീതി പ്രകാരമല്ലാതെ സ്വകാര്യമായിട്ട് ഇവിടെ നമുക്കുള്ളത് ഗാന്ധർവ വിധി പ്രകാരമുള്ള കല്യാണം ആയതുകൊണ്ട് ഓഫ് കോഴ്സ് അതൊരു പ്രോപ്പർ രീതിയിലല്ലാത്തൊരു മാരേജ് ആയതുകൊണ്ട് തന്നെ അവരുടെ റെപ്യൂട്ടേഷനെയും ഓണറിനെയും എസ്പെഷ്യലി കന്വകശ്യപന്റെ അഭിമാനത്തിന് വ്രണം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നത് നോർമലി നല്ല രീതിയിൽ എല്ലാവരെയും അറിയിച്ച് ബ്ലെസ്സിങ്സും സീക്ക് ചെയ്ത് കല്യാണം കഴിക്കുക. പക്ഷെ ഇവിടെ അതൊരു കൺവെൻഷണൽ ടിപ്പിക്കൽ മാരേജ് അല്ലാത്തത് കൊണ്ട് അക്നോളജ് ചെയ്യപ്പെടാനും ബുദ്ധിമുട്ടുണ്ടാവും. സോ മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് എന്താണ്, തേർഡ്ലി നമുക്ക് ഇപ്പം പറഞ്ഞു ഭൂമി പിളർന്നങ്ങ് പോകട്ടെ എന്ന് പറയുന്നത് രാമായണത്തിലെ സീത ഇതേ കണക്ക് ആ ഒരു ചാസ്റ്റിയുടെ ഇഷ്യൂ ബേസ് ചെയ്ത് ഉണ്ടായ ഒരു സെയിം സീനിക് എപ്പിസോഡാണ്. യെസ്. സോ ഫൈനലി the king's high priest comes up with a solution. അപ്പോഴത്തേക്ക് അവിടുത്തെ ഉയർന്ന ആ ഒരു പ്രീസ്റ്റ് ഒന്നിന് പറയാണ് ലൈക്ക് ലെറ്റ്സ് ഒരു സൊല്യൂഷൻ വേണമല്ലോ, ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നില്ലേ. സോ വി നീഡ് എന്താണ്, വി നീഡ് കൈൻഡ് ഓഫ് ഒരു സൊല്യൂഷൻ നമ്മൾക്ക് വേണം എന്നുള്ള രീതിയിൽ ഇവിടെ വരികയാണ്. ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോ എന്താണ്, ദാറ്റ് ശകുന്തള പാലസിൽ തന്നെ റിമെയിൻ ചെയ്യട്ടെ. എപ്പം വരെ? ടിൽ ഷീ ഗീവ്സ് ബർത്ത്, വരുന്നിടം വരെ ലെറ്റ് ഹർ റിമെയിൻ ദയർ. ആൻഡ് ഷുഡ് ദ ചൈൽഡ് സീ ഷീ bear be the son prophesied by King Bharata to Dushyanta, then Shakuntala may be accepted. അപ്പോഴും എന്താണ്, മേ ബി അക്സെപ്റ്റഡ് ആണ്, ഫുള്ളി അക്സെപ്റ്റഡ് അല്ല. ആ ഒരു വിമണിന്റെ പൊസിഷൻ എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ആലോചിക്കേണ്ടത്. സോ മേ ബി അക്സെപ്റ്റഡ് ആസ് ഹിസ് ലോഫുൾ വൈഫ് ആൻഡ് ടേക്ക് ഹർ റൈറ്റ്ഫുൾ പ്ലേസ് ബൈ ഹിസ് സൈഡ്. Next, no sooner do the ascetics high priest and Shakuntala leave that the high priest rushes back to Dushyanta and tells him how, as Shakuntala wept, a bright light in the form of a woman from the Apsara pool came and took Shakuntala with her. And Dushyanta dismisses the whole affair, and yet he feels a strange sensation of missing something and a poignant ache in his heart that seems to validate Shakuntala's claim. Then next, separation from Shakuntala ആണ് നമുക്ക് ആക്ട് 6 ഉള്ളത്.
അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു റിംഗ് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ആ കളഞ്ഞു പോയ ടോക്കൺ ഓഫ് ലവ് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് പ്രസന്റ് ചെയ്തത്. അത് നമുക്കൊരു ഫിഷർമാൻ വന്ന് പറയാണ് ഐ ഹാവ് ഗോട്ട് ദ റിംഗ് എന്ന്. അപ്പൊ ആ കളഞ്ഞു പോയ റിംഗ് തിരിച്ചു കിട്ടാണ്. സോ ഹിയർ യു ഹാവ് എ ടേൺ ഇൻ ദ സ്റ്റോറി ഹാപ്പനിങ്. സോ ദ പ്രലൂഡ് ഇൻഫോംസ് us അബൌട്ട് ഒരു ഫിഷർമാൻ വരികയാണ്. അപ്പൊ പറയാണ് ഫിഷർമാന്റെ കയ്യിലാണ് എന്ത് കിട്ടിയത്, ആ നമ്മുടെ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത കളഞ്ഞു പോയിട്ടുള്ള ആ റിംഗ് കിട്ടിയത്. സോ ശരിക്കും ഇപ്പൊ ആ ഫിഷർമാന്റെ കയ്യിലുള്ള റിംഗ് എന്ന് പറയുന്നത് ദുഷ്യന്തൻ ഒറിജിനലി ശകുന്തളയ്ക്ക് പ്രസന്റ് ചെയ്ത ടോക്കൺ ഓഫ് ലവ് ആണ് ആ റിംഗ് എന്ന് പറയുന്നത്. The guards of soldiers, the law enforcers, accuse him of stealing the ring. അപ്പൊ അവിടെയുള്ള എല്ലാരും ആ ഫിഷർമാൻ അത് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അയാളാണ് അത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അയാളെ അങ്ങ് അക്യൂസ് ചെയ്യാൻ തുടങ്ങി. ബട്ട് അയാൾ ക്ലെയിം ചെയ്യുന്നു ഞാൻ മോഷ്ടിച്ചതല്ല, ഞാൻ പിടിച്ച ഫിഷിന്റെ വായ്ക്ക് അകത്തുണ്ടായിരുന്നതാണ് ഈ മോതിരം, അതല്ലാണ്ട് ഞാൻ എടുത്തതല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതും എന്താണ് ആ ഒരു ഫിഷർമാൻ ഒരു കാസ്റ്റ് ആണല്ലോ, മീൻസ് ലോവർ പൊസിഷൻ ആണ്, ഇവര് നോബിൾ ആയതുകൊണ്ട് ഇവർക്ക് എന്തും ഇവരെ പറയാം എന്നുള്ള സൊസൈറ്റിയിൽ ഡിഫറൻസും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ദ ഫിഷർമാൻസ് ഇന്നസെൻസ് ഇസ് പ്രൂവൻ വൺസ് ദുഷ്യന്ത സീസ് എ റിംഗ് ആൻഡ് റിവാർഡ്സ് എ മാൻ ഫോർ ഫൈങ്. അപ്പോഴത്തേക്കും ഇത്രയും നേരം കുറ്റം പറയുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് എന്ത് പറ്റിയത്, ദുഷ്യന്തൻ ഈ മോതിരം കണ്ടു. അപ്പം അയ്യോ ഇത് എന്റെ മോതിരമാണല്ലോ എന്ന് ദുഷ്യന്തൻ അത് റിയലൈസ് ചെയ്യുകയും അപ്പം ദുഷ്യന്തന് മനസ്സിലായി ഫിഷർമാൻ മോഷ്ടിച്ചതല്ല, അയാൾ ഇന്നസെന്റ് ആണെന്ന് ആർക്ക് മനസ്സിലായി, നമ്മളുടെ ഈ പറയുന്ന ദുഷ്യന്തന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ശകുന്തള എന്നിട്ട് ദർ മാരേജ്. അപ്പൊ ഇത് ശകുന്തളയാണെന്നും ഞങ്ങളുടെ കല്യാണം ഇവിടെ കഴിഞ്ഞതാണെന്നും ആൻഡ് ഓൾസോ ഞാൻ എന്റെ പാലസിലോട്ട് ഇവളെ കൊണ്ടുവരാമെന്നുള്ള പ്രോമിസും എല്ലാം ഇപ്പൊ ആര് ഓർക്കുന്നുണ്ട്, നമ്മളുടെ ദുഷ്യന്തൻ ഈ ഒരു മൊമെന്റിൽ അതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു മൊമെന്റ്. സോ ആൻഡ് ഹി ഈസ് അഷെയിംഡ് ഓഫ് ഹിസ് ബിഹേവിയർ. എന്തിനാണ് താൻ അത് റെക്കഗ്നൈസ് ചെയ്തില്ല, തന്റെ മെമ്മറി എത്രത്തോളമാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ബിക്കോസ് തന്റെ ഒരു പ്രവൃത്തി മൂലമാണ് ഷീ ഗോട്ട് അഷെയിംഡ്. അപ്പൊ താനും സ്വയം അതിന് കൾപ്രിറ്റ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. And he is distraught about how he repudiated Shakuntala and the cruel ways in which he doubted. അപ്പൊ ഞാൻ വളരെ ക്രൂവലായിട്ടാണ് ഞാൻ ശകുന്തളയോട് പെരുമാറിയതും എത്രത്തോളം വളരെ നീചമായിട്ടാണ് ഞാൻ ശകുന്തളയെ സംശയിച്ചതും അവൾ അത്രയും അഷെയിംഡ് ആക്കിയതും എന്ന് ആരാലോചിക്കുന്നു ഇവിടെ, ദുഷ്യന്തൻ ആലോചിക്കുകയാണ്. His loss is beloved so severe that he orders a cancellation of the celebration of the spring festival. അത്രത്തോളം അദ്ദേഹത്തിന് വളരെ സങ്കടമായി. കാരണം ഞാൻ സ്നേഹിച്ച, എന്നെ പ്രണയിച്ച, എന്നെ കല്യാണം കഴിച്ച എന്റെ വൈഫിനെ ഞാൻ എത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്തു, നാണം കെടുത്തി, അപകീർത്തിപ്പെടുത്തി. സോ അത് അത്രയും കൊടുക്കാനാവാത്തൊരു മിസ്റ്റേക്ക് ആണ് എന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സോ അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ അവിടെ അന്നേരം ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇദ്ദേഹം ക്യാൻസൽ ചെയ്തു. കാരണം എന്താണ്, അത്രത്തോളം വിഷമത്തിലാണ്. കാരണം തന്റെ പ്രണയിനിയെ താൻ സ്നേഹിച്ച ഏറ്റവും ബിലവഡ് ആയിട്ടുള്ള വ്യക്തിനെ അത്രത്തോളം ഹേർട്ട് ചെയ്തത് കൊണ്ട് ഹി ഗോട്ട് ദാറ്റ് മച്ച് ഹേർട്ടഡ്. സോ Dushyanta tries to recreate his first encounter with Shakuntala by painting it and conversing with. അപ്പം അതിനെ കുറിച്ച് വീണ്ടും പഴയ മെമ്മറീസ് റിക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. So and Madhavya laments how the king has become so despondent that he has lost all vitality. കാരണം അത്രയും അതിൽ ഇൻവോൾവ് ആയി, അത്രയും അതിന് സങ്കടമായി, അത്രയും അതിവിടെ ലാമെന്റ് ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Meanwhile, Misragesi is a friend of Shakuntala's mother. ശകുന്തളയുടെ മദർ ആരാണ്, മേനക. മേനകയുടെ വിശ്വാമിത്രന്റെ മകളാണ് ആരെന്ന് പറയുന്നത്, ശകുന്തള. സോ അപ്പം ആ ഒരു ഫ്രണ്ട് മിസ്ട്രാഗേസി എന്ത് ചെയ്തു, വളരെ ക്വയറ്റും സൈലന്റും ആയിട്ട് ദുഷ്യന്തന്റെ ബിഹേവിയറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഒബ്സർവ് ചെയ്യാണ്. സോ ഫൈൻഡിങ് ഇസ് റിമൂവ്സ് ജെനുവിൻ. അപ്പം അദ്ദേഹത്തിനുള്ള ആ ഒരു കുറ്റബോധം വളരെ ജെനുവിൻ ആണെന്ന് ആര് മനസ്സിലാക്കുന്നുണ്ട്, നമ്മളുടെ ശകുന്തളയുടെ മദർ ആയിട്ടുള്ള മേനകയുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിസ്ട്രാഗേസി അത് മനസ്സിലാക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നു, ഷി ഗോസ് ബാക്ക് ടു ദ അപ്സര പൂൾ ടു റിപ്പോർട്ട് ഹർ ഫൈൻഡിങ്സ് ടു ശകുന്തള. അതായത് ദുഷ്യന്തൻ വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് കുറ്റബോധം ഉള്ളതെന്ന് വളരെ റിഗ്രറ്റ് ചെയ്യുന്നുള്ള വിവരം മിസ്ട്രാഗേസി is informing to whom, is informing to Shakuntala. So even as Dushyanta is racked with remorse, he deals with matters of the state and is approached with the problem of solving the inheritance rights of a rich merchant who dies without a legal heir.
So, and the merchant's wealth is said to be appropriated by the royal treasury, but Dushanta asked for the wealth to be given to one of a merchant's pregnant wife, thereby ensuring that the child to be born is not left penniless. ഇനി നമുക്ക് അടുത്തത് പ്രൊജക്റ്റിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ അത്രയും വളരെ തെറ്റായ ഒരു കാര്യമാണല്ലോ ഓഫ് കോഴ്സ് ചെയ്തത്. സോ ദുഷ്യന്ത ഹി ഫീൽസ് ബാഡ് ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് as he himself is without any issue, which will have leave them without anyone to perform sacred rites and rituals. And this കുറച്ചും കൂടി ഒരു പ്രശ്നങ്ങളിലേക്കാണല്ലോ നയിക്കുന്നതെന്ന് ആലോചിക്കും. And on waking എന്ത് ചെയ്തു? കാരണം ബോധം കിട്ട് വീണപ്പോ അങ്ങനെ പിന്നെ wake ചെയ്തപ്പോ he learns that some invisible entity is threatening to Madhavya. So as he rushes back to save his friend, എന്ത് ചെയ്തു? Finally he's revealed that the entity is Matali, the Lord Indra's Charatiya, who on seeing a dejected Dushyanta എന്ത് ചെയ്തു? ആ ഒരു പ്ലാൻ അവിടെ ഡിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. So Matali requests Dushyanta Indian to fight on the behalf of God against the demons bent on destroying them. Dushyanta readily agrees and they leave on Indra's chariot. അടുത്തത്, as Act 7 is Shakuntala's prosperity. This act occurs in the realm of celestial beings and then moves to the hermitage of Marika or Prajapati and Aditya. അപ്പൊ ഇവിടുന്ന് ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറാണ്. So after defeating the demons, Dushanta and Matali are on their way back ever earth from the celestial beings. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ വീണ്ടും നമ്മുടെ സീൻ ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? It is shifting to the earthലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. When Dushanta sees the holy hermitage of sage Marika and expresses his desire to seek his blessings. അടുത്തത്, at the hermitage, Matali requests an audience with Marika, and in the ensuing wait, Dushanta comes across a young boy playing with a lion's cub. ഇവിടെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു പയ്യൻ ആ ഒരു കബുമായിട്ട് വയൻകുട്ടിയായിട്ടൊന്ന് കളിക്കുന്ന കാണുന്നു, പ്ലേഫുള്ളി ചാർമിനിങ് ഹിസ് കെയർ ടേക്കേഴ്സ്. അപ്പം ദുഷ്യന്തനെ കണ്ടപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി ദാറ്റ് ഇത് എന്റെ മകനാണ്. Like prophecy, ഇതേ കണക്കൊരു മകൻ. So he notices the mark prophecy that was meant to be on his son. തന്റെ മകന് ഉണ്ടാവേണ്ട ഒരു മാർക്കാണ് അത്. So the young boy and begins to yearn for a child. അപ്പം അങ്ങനെ കണ്ടപ്പോ തന്റെ മകനാകേണ്ടതാണ്, അപ്പൊ താനും ഒരു മകനെ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നൊരു സ്റ്റേറ്റിലെത്തി. So in the course of the conversation with the caretakers, Dushanta realizes that the boy might indeed be son. അപ്പം ചിലപ്പം that is going to be എന്റെ മകനായിരിക്കാം. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ ആ കെയർടേക്കേഴ്സോട് സംസാരിക്കുന്ന സമയത്ത് ആൾക്ക് വരുന്ന റിയലൈസേഷൻ ഇതെന്റെ മകനായിരിക്കാം, ഇൻഡീഡ് ക്യാൻ ബി മൈ സൺ എന്ന് ദുഷ്യന്തൻ ചിന്തിക്കുന്നു. ആൻഡ് ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ബോയ്സ് മാജിക്കൽ amulet that only his parents Marika could touch, it cements Dushyanta's relief of being the father. അടുത്തത്, Shakuntala appears at the news of a stranger's arrival and at first is unable to recognize Dushyanta. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. In touch of an irony, it is Dushyanta who asked to be recognized as a boy's father. നേരത്തെ പാലസിൽ വെച്ചിട്ട് ശകുന്തള പറയുന്നതാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്. കാരണം ദുഷ്യന്തൻ പറയുന്നു തിരിച്ചറിയൂ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാണെന്ന രീതിയിൽ ഒരു ഐറോണിക് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. So Dushyanta explains his loss of memory and how he regained it at the sight of the ring, and the happy Shakuntala accepts his explanation. അപ്പൊ അവിടെ ദുഷ്യന്തന് പറ്റിയ തെറ്റ് പറയാണ്, എനിക്ക് അന്നേരം ഓർമ്മയൊന്നും വന്നില്ല, പിന്നെ ആ റിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് തുറന്നു പറയുന്നു. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു, അത് വളരെ സന്തോഷപൂർവ്വം തന്റെ ഹസ്ബൻഡ് പറഞ്ഞ ആ തെറ്റിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ആണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദുഷ്യന്തൻ ശകുന്തള ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് and she is accepting the explanation. Next up, the reunited family goes to Markia to seek his blessings, where Marika reveals the truth about Durvasa Rishi's curse. അപ്പോഴത്തേക്ക് ആ ഫാമിലി ആ നടന്ന കേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തിരിച്ചു പറയുകയാണ്. അങ്ങനെ ആ ഒരു റിവീലേഷനും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അയാൾക്ക് സമാധാനം, കാരണം ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ അങ്ങനെ ചെയ്തത്, ആ ഒരു കേഴ്സിന്റെ ഇഫക്റ്റ് മൂലമാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഓർത്ത് ഇവിടെ റിയലൈസ് ചെയ്യാണ്. And Kanva is also informed of the events and the family leaves for earth from the celestial realm. And ഇങ്ങനെ ഇവിടെ നമ്മുടെ പ്ലേ എൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള അല്ലെങ്കിൽ അഭിജ്ഞാന ശകുന്തളമേ കാളിദാസ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്? Now
തീർന്നിട്ടില്ല. നമുക്ക് ഇനി കുറച്ച് പ്ലേസും നമ്മുടെ തീംസും ക്യാരക്ടേഴ്സും ഉണ്ട്. ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലവ്. ഈ ഒരു എൻറ്റയർ പ്ലേനെ ബൗണ്ട് ചെയ്യുന്ന ടൈ ചെയ്യുന്ന തീം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് തീം ഓഫ് ലവ് തന്നെയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രസത്തിനകത്ത് വരുന്ന പ്രിഡോമിനന്റ് രസ എന്ന് പറയുന്ന ഇവിടെ ശൃംഗാര എന്ന് പറയുന്നതാണ്. സോ കാളിദാസ ഫസ്റ്റ് ഹി ക്രിയേറ്റ്സ് എന്ന ടെമ്പററി യൂണിയൻ. കാരണം ആദ്യം നമുക്കുള്ള ദുഷ്യന്തന്റെ കിങ് അല്ലെങ്കിൽ നായകായും നായികയായിട്ട് ഒരു ടെമ്പററി യൂണിയൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അവര് ഗാന്ധർവ മാരേജ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺസ്യൂമേറ്റും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അവർ സെപ്പറേറ്റ് ആകുന്നു, പിന്നെ കേഴ്സ് വരുന്നു, മെമ്മറിയുടെ ആ ഒരു ലോസും കാര്യങ്ങളും എത്തുന്നു. പിന്നീട് അവർക്ക് ആ ഒരു മോതിരം നഷ്ടപ്പെടുന്നതും ഒക്കെ ആ ഒരു കേഴ്സിന്റെ ഫലമായിട്ടുള്ളതാണ്. ആൻഡ് ദ പ്ലേ ലാസ്റ്റ് എങ്ങനെ എൻഡ് ചെയ്യുന്ന ഈ പറയുന്ന നമ്മളുടെ രണ്ട് പേരുടെ റീയൂണിയനിലൂടെ, ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും റിയൂണിയനിൽ മാത്രമല്ല എൻഡ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ദർ സൺ ഭരത്. അപ്പൊ എല്ലാം കൂടെ കംപ്ലീറ്റ് ഒരു യൂണിയൻ ആണ് നമുക്ക് ആ ഒരു പ്ലേയുടെ ലാസ്റ്റ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലേയില് നമുക്കറിയാം ഓഫ് കോഴ്സ് ഇത് ടൈ ചെയ്യുന്ന ടോട്ടൽ എലിമെന്റ് എന്ന് പറയുന്ന ലവ് എന്ന് പറയുന്ന തീം തന്നെയാണ്. അത് ഡിഫറെന്റ് പ്ലേസസിലായിട്ട് നമുക്ക് ഈ സ്റ്റേജസ് ഓഫ് ലവ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി നമ്മുടെ ഒരു പ്ലേ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലവ് എന്ന് പറയുന്നത് കാണുന്നത് ആ ഒരു കോട്ടിങ്, പ്രണയിക്കുന്ന ആ ഒരു സമയം. പിന്നെ അവര് കല്യാണം കഴിക്കുന്നു. എങ്ങനെ നമ്മുടെ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിക്കുന്നു. എപ്പോഴാണ് നമ്മുടെ ദുഷ്യന്തൻ ഫോറസ്റ്റിൽ ഹണ്ടിങ്ങിന് വന്ന സമയത്ത് ശകുന്തളനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും they share their they confess their emotions and they last end up in the Gandharva marriage. So it's a world that as an intrinsic part of Shakuntala's character. കാരണം ഈവൻ ആ ഒരു പ്ലാന്റ്സും ആനിമൽസും എല്ലാം തന്നെ is taking part in her life. അപ്പൊ അത്രത്തോളം വളരെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. And Dushanta has thus entered her world. The interruption of this love happens when Dushanta leaves his world to go back to the royal palace where his duties as a king is bound. Okay. ഇനി അടുത്തത്, when Shakuntala goes to claim her right to be by his side at his court, the divisive curse delays that union. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, കാരണം പ്രഗ്നന്റ് ആയി എന്നൊക്കെ വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു കശ്യപൻ എല്ലാരും കൂട്ടിയിട്ട് എങ്ങടേക്ക് പോകുന്നുണ്ട്, ദുഷ്യന്തന് കോട്ടി പോകുന്ന സമയത്ത് ആ ഒരു കേഴ്സിന്റെ ഇഫക്റ്റ് മൂലം ദുർവാസ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. ആൻഡ് ബോത്ത് ദി അസ്ലി കമ്പാനിയൻസ് ആൻഡ് ദുഷ്യന്ത ഡിസേർട്ടർ. കാരണം അത് ദുഷ്യന്തനെ ഓർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത് അവളെ ഡെസേർട്ട് ചെയ്യാണ്, ഒഴിവാക്കാണ് അവള് ചെയ്യുന്നത്. സോ പിന്നെ ലാസ്റ്റ് ആണ് രണ്ടുപേരും ഒരു 6 yearsന് ശേഷം they get reunited. എവിടെയാണ്? ഹെവൻലി മൗണ്ടൻ ഹെർമിറ്റേജ് ഓഫ് മെറിക ആൻഡ് അതിഥി. പിന്നെ in portraying the development of their love in such a way, Kalidasa highlights the differences between the world of the hermitage and the world of royal court. And paradoxically നമ്മൾ നോക്കുകയാണെങ്കിൽ hermitage എന്ന് പറയുമ്പോൾ it is a place for austerities and meditation that Shakuntala and Dushyanta find love, and it is a royal court, a place ideal for the intrigues of love, and then the separation occurs. നെക്സ്റ്റ് വൺ is ശകുന്തള നമുക്കറിയാം is bred in the innocent and in the pure world of nature. കാരണം നേച്ചറിനകത്ത് ജീവിക്കുന്ന അതിലുള്ള ഒരു കുട്ടിയാണ് നമ്മളുടെ ശകുന്തള എന്ന് പറയുന്നത്. അപ്പൊ അവളുടെ ആ ഒരു ഫെയ്ത്തും വിശ്വാസവും എല്ലാം നമ്മൾ ഈ പറയുന്ന ആ നേച്ചറും ഫോറസ്റ്റും ഗാന്ധർവ മാരേജും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു ഗാന്ധർവ മാരേജ് എന്ന് പറയുന്ന ഒരു റൈറ്റ്സ് നമുക്കറിയാം ഒരിക്കലും നമ്മൾ ലീഗലി ഉള്ള ഒരു ഫോർമൽ കൈൻഡ് ഓഫ് മാരേജ് അല്ല. ഒപ്പിടലും കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ബ്ലെസ്സിങ്സ് ഫ്രം ദി എൽഡേഴ്സ് ഇല്ല, മൂത്തവരില്ല, മുതിർന്നവരില്ല, ഒന്നുമില്ല. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്, രണ്ടുപേർക്കും ഡിസയേഴ്സ് ഉണ്ട്, രണ്ടുപേരും എന്ത് ചെയ്യുന്നു, അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നു. അവിടെ പേരൻസിന്റെ പെർമിഷനോ അല്ലെങ്കിൽ മുതിർന്നവരുടെ പെർമിഷനോ കാരണവന്മാരുടെ പെർമിഷനോ അങ്ങനെ ഒന്നുമില്ല. they love each other, they get married to each other. അവരുടെ മാത്രം ഇഷ്ടം വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് വേൾഡ് ഇവിടെയുണ്ട്. ഒന്ന് നമ്മുടെ ശകുന്തളയുടെ ആ ഒരു ഹെർമിറ്റേജ് ഉള്ള ഒരു വേൾഡും ദുഷ്യന്തന് കുറച്ചും കൂടെ പുറം ലോകവുമാണ്. സോ ദുഷ്യന്ത ഹി റെപ്രസെന്റ്സ് എ വേൾഡ് ഔട്ട്സൈഡ് ദി സെക്ലൂഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഹെർമിറ്റേജ് which is filled with deceit and cunning. And in this world, Shakuntala's word is not sufficient but needs tangible proof to be validated in the form of ring in front of everyone in the royal court. കാരണം ശകുന്തള ജീവിക്കുന്നത് ആ ഒരു നേച്ചർ ബൗണ്ട് ലോകത്താണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പ്രൂഫ് അവിടെ വേണ്ട. പക്ഷെ ആ ലോകം വിട്ട് പുറത്തോട്ട് ലോകത്തേക്ക് വരുമ്പം ഇതിന് അടയാളമായിട്ടുള്ള തെളിവുകളും പ്രൂഫും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യണം. The contrasting nature of their worlds necessitates that their union occurs in a different world altogether. Moreover, specifically after Dushyanta becomes a more considerate and compassionate man. Kalidasa shows us the intoxicating nature of passion and love.
and how it might lead to a neglect of one's duty or dharma. അപ്പം ആ ഒരു പാഷൻ ലവ് എന്നുള്ള കാര്യം ആസ് എ കിങ് ഡ്യൂട്ടി ബൗണ്ട് ആണെന്നുള്ള കാര്യം ഒക്കെ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഫോർ ശകുന്തള വാട്ട് യു സീ ഈസ് ദാറ്റ് റിസൾട്ട് ഇൻ ദ കേഴ്സ് വിച്ച് ലീഡ്സ് ഹർ ടു ദ റെപ്യൂട്ടേഷൻ. ആ ഒരു ദുർവാസാവിന്റെ ഒരു ശാപം മൂലമാണ് ശരിക്കും താൻ അന്നേരം ചെന്നിട്ട് ദുഷ്യന്തനോട് പറയുമ്പം അത് റെക്കഗ്നൈസ് ചെയ്യാത്തത്. സോ ദിസ് കേഴ്സ് ക്യാൻ ഓൺലി ബി ബ്രോക്കൺ. അപ്പം ആ ഒരു കേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പൊ അതെങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഹൗ വിൽ ദേ ബ്രേക്ക് ദാറ്റ് കേഴ്സ്? ഒരു മാർഗവും ഇല്ല. എന്തെങ്കിലും ആ ഒരു അവരുടെ പ്രണയത്തിന്റെ അടയാളം അവിടെ കാണിക്കുകയല്ലാതെ മറ്റൊരു രീതിയിൽ ആ ഒരു കേഴ്സ് നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ആ ഒരു കേഴ്സ് അവിടെ ഉണ്ട്. So this curse can only be broken at the presentation of a token of recognition, which is a royal signet ring. Though the curse complicates our understanding of love, we nonetheless see how Shakuntala is unwavering in her love for Dushyanta, which ascribes her as the ideal hero. ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാലും ശകുന്തളയ്ക്ക് ദുഷ്യന്തനോടുള്ള സ്നേഹത്തിനകത്ത് മീൻസ് ഒരു വേവറിങ് പോലും ഇല്ല. വളരെ സ്ട്രോങ് ആണ്. കാരണം അത്രത്തോളം പ്രണയിച്ചു, അത്രത്തോളം സ്നേഹിച്ചു. അപ്പം എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങൾ മറന്നു പോകുന്നു, കേസ് ഉണ്ട്, മോതിരം നഷ്ടപ്പെടുന്നു, അതാണ് ഇതാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശകുന്തളയ്ക്ക് ദുഷ്യന്തനോടുള്ള പ്രണയം ഇറ്റ്സ് വെരി സ്ട്രോങ്. അതായത് ഒരു വേവറിങ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. സോ വിച്ച് മീൻസ് ഒരു ഐഡിയൽ ഹീറോയിനാണ്. കാരണം ആ ലവ് അവിടെ വേവർ ചെയ്യുന്നില്ല, അത് അങ്ങനെ സ്റ്റേബിൾ ആണ്. And the ring too complicates our understanding of the love, which questions the veracity of love itself. If such love needs inanimate objects. അപ്പൊ നമുക്ക് തോന്നും ഒരാളുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മോതിരം വേണോ, ഇതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ മേബി ചിന്തിക്കാം. പക്ഷെ അപ്പോഴും ഷീ ഈസ് വെരി ഡ്യൂട്ടി ബൗണ്ട്, ഷീ ഈസ് വെരി ഫെയ്ത്ത്ഫുൾ ആൻഡ് വെരി ജെനുവിൻ ആൻഡ് അൺവേവറിംഗ് അറ്റ് ഹർ ലവ് ടുവേർഡ്സ് ദുഷ്യന്ത. ഓക്കെ, നെക്സ്റ്റ് we have the theme of concealment. അപ്പം കൺസീൽമെന്റ് നമുക്ക് തുടക്കം തൊട്ടേ കൺസീൽമെന്റ് ഇങ്ങനെ മറച്ചു വെക്കുന്ന, കൺസീൽ ചെയ്യുക എന്നുള്ളത്, മറയ്ക്കുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ കൺസീൽമെന്റ് കൊണ്ട് മീൻ ചെയ്യുക. നമ്മളിവിടെ ആ ഒരു ആക്ട് 1 തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ദുഷ്യന്തൻ എന്ത് ചെയ്തു, തന്റെ റോയൽ അപ്പിയറൻസ് മാറ്റി, മാലയും ആഭരണവും ഡ്രസ്സും വെപ്പൺസും ഒക്കെ മാറ്റിയിട്ട് കിങ് എന്നുള്ള നിലയ്ക്കല്ല അവിടെ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്, സാധാരണ ഒരാളായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. എവിടെ? കനകകശ്യപന്റെ ആശ്രമത്തിലോട്ട്. അപ്പൊ അവിടുന്ന് തന്നെ നമ്മുടെ കൺസീൽമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈക് ആ ഒരു കിങ് ആണെന്ന് തന്നെ ആദ്യമേ പറയുന്നില്ലല്ലോ. അത് വേഷം മാറുമല്ല, എല്ലാം ഗോഡി അപ്പിയറൻസ് ഒക്കെ മാറ്റിയിട്ടല്ലേ വരും. സോ ഈവൻ ദോ ഹി അണ്ടർടേക്സ് ദിസ് ആക്ഷൻ, അപ്പൊ അതൊരു റെസ്പെക്ടിന്റെ ഫോമിലാണ്. ചിലത് ആൾമാറാട്ടം ചെയ്യുന്നു, മറയ്ക്കുന്നു എന്നുള്ളതല്ല. കാരണം ഞാൻ ഇത്രയും വലിയ ഡ്രസ്സും ആഭരണവും ഒക്കെ ഇട്ട് ഒരു ആശ്രമത്തിൽ വരുന്ന ഒട്ടും സ്യൂട്ടബിൾ അല്ല, ഭയങ്കര ഓക്വേർഡ് ആണെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അത് മാറ്റിയതാണ്. പക്ഷെ ആ ഒരു മാറ്റം താൻ ഒരു കിങ് ആണ് എന്നുള്ളത് ഒരു മറന്നും കൂടിയായിരുന്നു. അതിനെ മാസ്ക് ചെയ്യപ്പം റിയൽ ഐഡന്റിറ്റീനെ അവിടെ കൺസീൽ ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ടു ശകുന്തള ആസ് എ കോർട്ട് ഒഫീഷ്യൽ ഔട്ട് ഇൻസ്പെക്ടിംഗ് ദ പെനൻസ് ഗ്രൂപ്സ്. Dushanta presents himself as a man first, and Shakuntala is attracted to his noble court official at first. When Dushanta comes again to woo her, he can no longer hide his true identity, as is performing his kingly duty of protecting the hermitage from demons. അപ്പം വീണ്ടും വരുന്ന സമയം ഇപ്പം ശകുന്തലയോട് അത്രയും പ്രണയം തോന്നി. അപ്പൊ എന്ത് ചെയ്യാൻ, പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടം കൺഫ്യസ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് എത്തി. അപ്പോഴും എന്താണ് ആ ഒരു മൊമെന്റിൽ പോലും തന്റെ കിങ്ലി ഡ്യൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദുഷ്യന്തൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന കൺസീൽമെന്റ് ആക്ട് എന്ന് പറയുന്നത് is it act 2. Dushanta is urgently called by his mother to the royal palace. അപ്പൊ അവിടെ ശരിക്കും അമ്മയോടൊപ്പം നിൽക്കണോ അതോ ശകുന്തളയോടൊപ്പം നിൽക്കണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്തു, ഐ ടേക്ക് ദി സൈഡ് ഓഫ് ശകുന്തള എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, ആസ് എ ലെൻസ്, അപ്പൊ നമുക്കറിയാം മാധവിയെയാണ് പറഞ്ഞു വെച്ചത്. ആസ് എ ലെൻസ് to capital city, he tells Madhavya that is staying back to his duty towards these ascetics and not out of his desire for Shakuntala. Dushanta therefore conceals his true feelings for Shakuntala as well as his reason for staying back at the hermitage. ആൻഡ് ഈ ഒരു കൺസീൽമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്ലേഡ് ഒരു ഫോർബോർണിംഗ് ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു മാരേജ് പുറം ലോകം ആരും ഒന്നും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ട് കൺസീൽഡ് ആയിട്ട് വെക്കുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കൺസീൽമെന്റ് നടക്കുന്നത് ആക്ട് 3 അപ്പൊ അവിടെ നമുക്ക് ആക്ട് 3 യു ഹാവ് ആരാണ്, വി ഹാവ് ദി ശകുന്തള റൈറ്റ്സ് എ ലെറ്റർ ടു ദുഷ്യന്ത.
അപ്പം പ്രോബ്ലം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി സിൻസ് ദുഷ്യന്തൻ ഇസ് വെരി ബിസി. കാരണം ആ ഒരു തന്റെ കിങ്ലി ഡ്യൂട്ടീസും ഡീമൻസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ വളരെയധികം ഒക്കുപ്പൈഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഒരു പ്രിയംവദയാണ്. It is Priyamvada who devises to plan to disguise a letter which offerings the rituals. അപ്പം ആ ഒരു ലെറ്റർ കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. And Dushyantha's timely appearance says from the actualizing plan. And this event again points to the incongruity of love's actualization in the hermitage, where such actions don't sit well with the holy space established on abstinence and austerity. അടുത്തത് ഇതേ സെയിം ആക്ടിൽ തന്നെ നമുക്ക് മറ്റൊരു കൺസീൽമെന്റ് ആയിട്ടുള്ള ഒരു സീനും ഉണ്ട്. കാരണം ശകുന്തളയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ കേഴ്സ് ചെയ്യുന്ന സീനില്ലേ, അപ്പൊ അത്രത്തോളം ദുഷ്യന്തന്റെ തോട്ട്സ് ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവൾ പോലും അറിയാതെയാണ് ദുർവാസാവിന് ആ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം വരികയും അങ്ങനെയാണ് അദ്ദേഹം അത് കേഴ്സും ചെയ്യുന്നത്. സോ ഷീ ഫെയിൽസ് ടു രജിസ്റ്റർ ദ കേഴ്സ് ആൻഡ് ഇസ് ഒബ്ലിവിയസ് ഓഫ് ഇറ്റ്. ഇപ്പം പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഫ്രണ്ട്സ് ആണ് ആ ഒരു കേഴ്സിനെ കുറിച്ച് കേട്ടതും ആൻഡ് അത് ശകുന്തളയോട് പറയണ്ട, നമുക്കത് കൺസീൽ ചെയ്ത് വെക്കാം, അത് നമുക്ക് ആ ഒരു നടന്ന സംഭവം അറിയിക്കണ്ട എന്നുള്ള കൺസീൽമെന്റ് അവിടെ നടക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ കൺസീൽമെന്റ് ഓഫ് ദ ട്രൂത്ത് ഓഫ് ദ കേഴ്സ് ദാറ്റ് ലീഡ്സ് ഹർ ടു അറൈവ് അറ്റ് ദുഷ്യന്താസ് കോർട്ട് അൺഅവെയർ ഓഫ് ദ റീസൺ വൈ ഹി നോ ലോങ്ങർ റിമെമ്പേഴ്സ്. കാരണം ആ ഒരു സത്യം അനസൂയയും പ്രിയംവദയും പറയാഞ്ഞത് കൊണ്ടാണ് ശകുന്തള അവിടെ എത്തിയ സമയത്ത് ദുഷ്യന്തൻ തന്നെ തിരിച്ചറിയാത്തതിന്റെ കാരണം മനസ്സിലാവാത്തത് ഈ കേഴ്സ് ആണെന്ന് എന്തുകൊണ്ടാണ്? കാരണം തന്റെ തോഴിമാര് ആ ഒരു വിവരം പറയാതെ കൺസീൽ ചെയ്തു വെച്ചു. ദുഷ്യന്തൻ ഇപ്പോഴും തന്നെ ഓർക്കാത്തത് ഇത് മൂലമാണ് എന്നുള്ള ഒരു കേഴ്സ് മൂലമാണ് എന്നുള്ളത് അന്നേരം അറിയാത്തതിന് കാരണം എന്താണ്? അനസൂയയും പ്രിയംവദയും അത് അവിടെ കൺസീൽ ചെയ്തത് കൊണ്ടാണ്. നെക്സ്റ്റ്, the final concealment occurs in the Act 6 where Mr. hides herself. കാരണം ദുഷ്യന്തൻ അപ്പം തോന്നുന്ന ആ റിമൂവ്സ് ശരിക്കും ഉള്ളതാണോ, ജെനുവിൻ ആണോ, അപ്പൊ അതൊക്കെ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് ഷി ഒബ്സർവ്സ് ഹൗ ഡീപ്ലി ദുഷ്യന്ത റിഗ്രറ്റ്സ്. അപ്പൊ താൻ ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നും വളരെ ഡീപ്പായിട്ടാണ് ഇദ്ദേഹം അത് റിഗ്രറ്റ് ചെയ്തെന്നുള്ളതൊക്കെ മിസ്റ്റർ അഗേസി അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാണ്. ആൻഡ് ഈവൻ ആസ് മിസ്റ്റർ അഗേസി ഫീൽസ് സാഡ് ഫോർ ബോത്ത് ദി സഫറിംഗ് ലവേഴ്സ്. രണ്ടുപേരും ഒരേ സമയത്ത് തുല്യ ദുഃഖിതരായിട്ട് രണ്ടിടത്ത് നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു ഇതിലോട്ട് ഇന്റർഫിയർ ചെയ്യാൻ മിസ്റ്റർ അഗേസി നിന്നില്ല. ആൻഡ് പക്ഷെ കാരണം ഗോഡിന്, ദൈവത്തിന് അവരെ ഒന്നിപ്പിക്കാൻ മറ്റൊരു തീരുമാനമുണ്ടല്ലോ. ആൻഡ് ഹാവ് ഡിസൈഡ് ദ റിയൂണിയൻ ഒക്കെ ഇന്ദ്രന്റെ മീൻസ് ആഗ്രഹത്തോടു കൂടി അവരെ ഒന്നിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. So the reunion only occurs to the plans of gods. Even the curse and subsequent loss of the memory cannot be controlled by either of the two, as both are ആണ്. രണ്ടുപേർക്കും കാര്യങ്ങൾ അറിയത്തില്ല, അതിന്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു ഇഷ്യൂസ് എല്ലാം അവിടെ ഉണ്ടായത്. ഓക്കെ, ഇനി അടുത്തോടെ നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് യു ഹാവ് ദി ഹെർമിറ്റേജ് ആൻഡ് കോർട്ട്. നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഹെർമിറ്റേജും ഉണ്ട് കോർട്ടും ഉണ്ടെന്ന് അറിയാമല്ലോ. ഹെർമിറ്റേജ് നമുക്ക് രണ്ട് ഡിഫറെന്റ് സെറ്റിംഗ്സ് ആണ് നമ്മുടെ പ്ലേയിലുള്ളത്. ഹെർമിറ്റേജ് എന്ന് പറയുമ്പോൾ വളരെ സെക്ലൂഡ് ആയിട്ടുള്ള മുനിമാരും ആശ്രമം അങ്ങനെ ചേർന്ന ഒരു സെറ്റിംഗിലാണ് നമ്മളുടെ മീൻസ് ഹെർമിറ്റേജ് ഉള്ളത്. അവിടെ ഈ ഹെർമിറ്റേജ് താമസിക്കുന്നവർക്ക് ഈ മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അവര് സൊസൈറ്റിയിൽ എല്ലാം മാറി സ്വസ്ഥവുമായിട്ട് നേച്ചറുമായിട്ടൊക്കെ ഇഴകി ചേർന്ന് വളരെ സന്തോഷപൂർണ്ണമായിട്ടും ഒരു വൃത്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് വി ഹാവ് ഇൻ ദി ഹെർമിറ്റേജ്. അവരുടെ ഒരു ജീവിതം വളരെ സിമ്പിൾ ലൈഫാണ്. അവർ നേച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അവരെ ആശ്രയിക്കുന്ന എല്ലാം നേച്ചറിനെയാണ്, അല്ലാതെ വലിയ വലിയ ആഡംബര ജീവിതങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. വളരെ നേച്ചറുമായിട്ട് ഒക്കുപ്പൈ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു ആൾക്കാരാണ്. So furthermore, they are under the protection of king and call upon assistance. അപ്പം ഈവൻ ദോ അവർ സെക്ലൂഡ് ചെയ്ത് മാറി താമസിക്കുകയാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കിങ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കിങ്ങിന് അവിടെ വന്ന് കാണേണ്ട ഉത്തരവാദിത്വം ഒബ്ലൈസ്ഡും ഒക്കെയാണ്. The sacred groves of the hermitage are safe spaces where even the king must not hunt animals. കാരണം അത്രയും ഒരു സേഫസ്റ്റ് പ്ലേസ് ആണ്. കാരണം നമുക്കറിയാം അവിടെ നമ്മുടെ പ്ലേ തുടങ്ങുന്ന സമയത്ത് ദുഷ്യന്തൻ ഒരു മാനിനെ ഒരു ഡീറിനെ ഹണ്ട് ചെയ്യാണ്. അപ്പോഴും പറഞ്ഞു വേണ്ട, ആശ്രമത്തിലെ ഡീറാണ് പാടില്ല. അപ്പൊ ഈവൻ അവിടെ അത്രയും ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മളുടെ ഏതെന്ന് പറയാം, നമ്മുടെ ഒരു ഹെർമിറ്റേജ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് നെക്സ്റ്റ് യു ഹാവ് അവിടെ നമുക്കുള്ള ക്യാരക്ടേഴ്സ് വി നോ. നമുക്ക് ശകുന്തളയും പ്രിയംവദയും അനസൂയയും കന്വയും എല്ലാം ആ ഒരു ലോകത്തിന് ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ഇൻ ഹിയർ. ലെറ്റ് മീ മൂവ് മൈ സ്പേസ് എ ബിറ്റ് മോർ.
കോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ വേൾഡ്ലി ഒരു ലോകമാണ്. അവിടെ കുറെ റൂൾസ്, റെഗുലേഷൻസ്, സോഷ്യൽ കോഡ്, കുറെ ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ, എറ്റിക്വറ്റ്സ്, അങ്ങനെയുള്ള വളരെ നമ്മുടെ നോർമൽ ഒരു വേൾഡ് ആണ്. അപ്പൊ അവിടെ നമുക്ക് അധികാരമുണ്ട്, കറപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കറപ്ഷൻ കാണുന്ന ഫിഷർമാൻ്റെ അവിടെയാണ്. ആ ഒരു ഫിഷർമാൻ ആയതുകൊണ്ടാണല്ലോ അവർ അത്രയും വന്ന് റിയാക്ട് ചെയ്തത്. അപ്പൊ കുറെ സംശയങ്ങളും ഇൻട്രിഗ്യുകളും അങ്ങനെ കുറെ പ്രശ്നങ്ങളാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ റോയൽ കോർട്ട് എന്ന് പറയുന്നത്. സോ ദുഷ്യന്ത ഹിംസെൽഫ് ഇസ് beset with the kingly's duties. ദുഷ്യന്ത, മാധവിയ, വസുമതി, ഹംസാവതി ആൻഡ് ഹൈ പ്രീസ്റ്റ് എല്ലാം ഈ പറയുന്ന നമ്മുടെ റോയൽ കോർട്ടിലോട്ട് ബിലോങ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തത് ദ കിങ് ഹി ഫാൾസ് ഇൻ ലവ് അറ്റ് ദി ഹെർമിറ്റേജ് ഹാസ് നോട്ട് ഓൺലി എക്സ്റ്റെൻസ് സ്റ്റേ. പക്ഷെ ശകുന്തളനെ കാണുമ്പം അവിടെ താമസിക്കും മാത്രമല്ല, ചിലപ്പോ കാരണം ക്വീൻ മദർ വിളിച്ചപ്പോ പോലും വന്നില്ല. അപ്പം പലപ്പോഴും തന്നെ ഡ്യൂട്ടീസ് എല്ലാം മറന്ന് പ്രണയത്തിൽ ഭയങ്കരമായിട്ടും ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മളുടെ ദുഷ്യന്തൻ at times. The Gandharva marriage between Shakuntala and Dushyanta, a marriage contracted on word alone with no witnesses or material proof, can be sustained in the hermitage because it's a world that exists outside of the strict moral codes of society. പിന്നെ അടുത്തത് സച്ച് മാരേജസ് ആർ സസ്പെക്ട്. കാരണം ആ ഒരു പ്രോപ്പർ ഒരു രീതി പ്രകാരം നല്ലൊരു മാരേജ് അല്ലല്ലോ. അപ്പോഴത്തേക്ക് അത് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. വി സീ ദാറ്റ് in the epic where Dushyanta refuses to acknowledge Shakuntala out of fear what the subjects might think of him. In the play, the loss of memory dilutes the effect of rejection, but Dushyanta does demand proof of their marriage and the paternity of the child in accordance with the codes of the courtly world. And മറ്റൊരു ഫാക്ട് ആണ് വെൽത്ത്. സോ വെൽത്ത് ഇസ് അനദർ ഫാക്ട് ദാറ്റ് മാർക്സ് ഡിഫറൻസ്. രണ്ട് ലോകത്തിനെയും സമ്പാദ്യം നമ്മുടെ വെൽത്ത് എന്ന് പറയുന്ന മാർക്ക് ചെയ്യണം. നമ്മുടെ ഹെർമിറ്റേജ് എല്ലാം വളരെ നാച്ചുറൽ ഒരു വേൾഡ് ആണ്. ഇവിടെ എന്ന് പറയുന്ന വേൾഡി ഒരു ലോകമാണെന്ന് നമുക്കറിയാം. സോ ദ വിമൺ ഇൻ ദി ഹെർമിറ്റേജ് വളരെ സാധാരണയുള്ള ക്ലോത്ത്സും അവരുടെ ആഭരണം എന്ന് പറഞ്ഞ പൂക്കളും അങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ ആഭരണങ്ങൾ എന്ന് പറയാം. അതേസമയം നമ്മൾ കോർട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഗോഡി ജ്വൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉള്ളത്. So throughout the play, we see how the king is forced to choose between two worlds and must sacrifice or neglect one for the another. Similarly, you have the Shakuntala, who must sever her contacts with the hermitage if she is to be accepted into the courtly world. Her return can only be realized once she reaches the third stage of her life, that is Vanaprastha, where both she and the king will give up and retire from the worldly world. And that's it. നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ തീരാണ്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. ബിക്കോസ് നമ്മുടെ മെയിൻ ഉള്ള ഒരു വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെറ്റ്സ് ഹാവ് എ വെരി ക്വിക്ക് റീക്യാപ്പ് ഓൺ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ആ ഒരു എപ്പിക്കിൽ നിന്നുമുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി, പിന്നെ നമ്മൾ 1 to 4 ആക്ട്സ് പ്രലോഗ് പറഞ്ഞു, പിന്നെ ഓരോ ആക്ട് 1 ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ, മീറ്റ് ചെയ്യുന്നത്, കല്യാണം നടക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫോർട്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ഡിപ്പാച്ചർ ഒരു ഫേസ് വന്നു, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്ട് 5 തൊട്ട് ആക്ട് 7 വരെ കണ്ടിന്യൂസ് ആയിരുന്നു ആ ഒരു കോർട്ട് നടക്കുന്ന സംഭവങ്ങളും അവിടുത്തെ ലൈഫും. ശകുന്തള റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അന്നേരം ഉണ്ടാകുന്ന ഒരു ഹ്യൂമിലേഷൻസ് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം അതുവഴി നമുക്ക് സ്ത്രീകളുടെ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെപ്പറേഷൻ ഫ്രം ശകുന്തളയാണ് അടുത്തൊരു 6th ആക്ടിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് ആക്ടിൽ ശകുന്തലാസ് പ്രോസ്പെരിറ്റിയും കാര്യങ്ങളും റിയലൈസേഷനും റീയൂണിയനുമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ തീംസ് നോക്കിയാൽ മെയിൻ തീമാണ് തീം ഓഫ് എൻറ്റയർ പ്ലേ തന്നെ കണക്ട് ചെയ്ത തീമാണ് രസ. നമ്മുടെ തീം ഓഫ് ശൃംഗാരം, രസ, അല്ലെങ്കിൽ നമ്മുടെ തീം ഓഫ് ലവ് എന്ന് പറയുക. പിന്നെ ഗാന്ധർവ മാരേജിന്റെ കാര്യം പറയുന്നുണ്ട്, ആ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് പാഷൻ ആൻഡ് ലവ്, അത് പല ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ തീം ഓഫ് കൺസീൽമെന്റ്, നമ്മൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് ഈ പറയുന്ന കൺസീൽമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഹെർമിറ്റേജും കോർട്ടും തമ്മിൽ 2 സെറ്റിംഗും ഡിഫറൻസ് ആണ്. അവരുടെ ലോകം എങ്ങനെയാണ്, അവിടുത്തെ ലൈഫ് സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ്, ഏതൊക്കെയാണ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഹെർമിറ്റേജിലും കോർട്ടിലുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, ദാറ്റ് ഇസ് ഇൻ അവർ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇവിടെ തീരാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ ആൻഡ് താങ്ക് യു.